സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആണോ? സ്റ്റാർട്ട് ചെയ്യാം. ഇത് പറയോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എനിക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം തുടങ്ങാൻ. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നേ. ഓക്കെ 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 തുടങ്ങാം. ഈ ക്ലാസ് ഇന്നത്തെ ക്ലാസ് B21ML04D ജനസംസ്കാര പഠനം എന്ന കോഴ്സിലെ ബ്ലോക്ക് 3-ാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നലെ ബ്ലോക്ക് 3-ലെ ആദ്യത്തെ ഒരു ഭാഗം, ആദ്യത്തെ മെറ്റാഫോക്ലോർ വരെയുള്ള ഭാഗങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തു. ഇന്നലെ നമ്മൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. അപ്പം മെറ്റാഫോക്ലോർ വരെയല്ലേ എടുത്തത്? മെറ്റാഫോക്ലോർ എടുത്തിട്ടില്ലല്ലോ ഇന്നലെ. എടുത്തായിരുന്നോ? ക്ലാസ്സിൽ കയറി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് മറുപടി പറയുമോ? മെറ്റാഫോക്ലോർ വരെയല്ലേ ഇന്നലെ എടുത്തത്? ഇന്ന് മെറ്റാഫോക്ലോർ മുതലല്ലേ നമുക്ക് എടുക്കണ്ടേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഫോക്ലോർ എന്ന് പറയുന്ന ഈ കോഴ്സിനകത്ത് ജനസംസ്കാര പഠനം എന്ന ഈ കോഴ്സിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ നാടോടി പഴമയെക്കുറിച്ച്, നാടോടി സംസ്കാരത്തെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം നാടോടി ഭാഷയെക്കുറിച്ച്, നാടോടി സംസ്കാരം, അതിനകത്ത് നമ്മുടെ എല്ലാ ഭാഗങ്ങളും വരുന്നതാണ്. ഭാഷ, സാഹിത്യം, നമ്മളുടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഭക്ഷണം, അതെല്ലാം പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ ആദിമമായിട്ടുള്ള ഒരു ജനവിഭാഗത്തിന്റെ സാമൂഹ്യ സാംസ്കാരികമായ എല്ലാ മേഖലകളെയും പഠിക്കാൻ ഉതകുന്ന ഒരു ശാസ്ത്രശാഖയായിട്ടാണ് നമ്മൾ ഫോക്ലോർ എന്ന് പറയുന്ന പഠനശാഖ വിഭാവനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത് നമ്മളൊരു സൈദ്ധാന്തികമായിട്ട് അതിനെ പരിഗണിക്കുന്നത്. എന്നാൽ ഇന്ന് ഫോക്ലോർ പഠനം കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ് ഇന്ന് അതിനെ പഠിക്കുന്നത്. അതുകൊണ്ട് ഫോക്ലോർ എന്ന പഠനം തന്നെ സംസ്കാര പഠനം അല്ലെങ്കിൽ കൾച്ചറൽ സ്റ്റഡി എന്ന് പറയുന്ന ഒരു പഠന മേഖലയായിട്ട് ഇന്ന് അത് വികസിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ജനസംസ്കാര പഠനം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കോഴ്സിന് കൊടുത്തിരിക്കുന്നത് തന്നെ. ഒരു സംസ്കാര പഠനം എന്ന് പറയുന്ന ഒരു പഠന മേഖലയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഫോക്ലോർ പഠനം പ്രധാനമായിട്ടും നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഫോക്ലോർ പഠനം 18-ാം നൂറ്റാണ്ട് അവസാനം മുതൽ 19-ാം നൂറ്റാണ്ടിലൊക്കെ വളരെ വ്യാപകമായ ഒരു പഠന മേഖലയാണ് ഫോക്ലോർ പഠനം. അക്കാദമിക് മേഖലകളിൽ അത് ഒരു പഠന മേഖലയായിട്ട് സ്വീകരിക്കുകയും ധാരാളം ഗവേഷണങ്ങളും നമ്മളുടെ നാട്ടറിവുകളെയും ഒക്കെ സംരക്ഷിക്കുന്ന, നാടോടി സാഹിത്യത്തെ, നാട്ടറിവുകളെ, നാടൻ ജീവിതത്തെ ഒക്കെ അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പ്രാഥമിക ലക്ഷ്യം ഫോക്ലോർ പഠനങ്ങൾക്കകത്തുണ്ട്. അപ്പം ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹത്തിന്റെ ആത്യന്തികമായി ആ സമൂഹത്തിന്റെ നിലനിൽപ്പ്, അതിന്റെ അതിജീവനം, അതിന്റെ സംസ്കാരം, ഇവയൊക്കെ തന്നെയും നമ്മൾ ഈ പറയുന്ന ഫോക്ലോർ പഠനത്തിനും ഭാഗമായിട്ടും നമ്മൾ പഠിക്കും. നമ്മൾ കഴിഞ്ഞ 2 ബ്ലോക്കുകളിലായിട്ട് എന്താണ് ഫോക്ലോറിന്റെ ഒരു നിർവചനം എന്താണ്, അല്ലെങ്കിൽ അതിന് ഫോക്ലോറുമായി ബന്ധപ്പെട്ട് വരുന്ന പഠന മേഖലകൾ, മനുഷ്യന്റെ ഏത് തരത്തിലുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫോക്ലോർ പഠനം നിലനിൽക്കുന്നത്, ഇവയെ സംബന്ധിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ബ്ലോക്കിൽ പഠിച്ചു. ഇവിടെ നമ്മൾ 3-ാമത്തെ ബ്ലോക്കിൽ എത്തുമ്പോഴത്തേനും ഫോക്ലോറിനെ കുറച്ചുകൂടി വികസിതമായ ഒരു മേഖലയായിട്ട് പരിഗണിക്കുകയും ധാരാളം പഠന മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപം കൊള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അക്കാദമിക് പഠന മേഖലയായിട്ട് ഉരുത്തിരിഞ്ഞ ഒന്നാണ് ഫോക്ലോർ പഠനം അല്ലെങ്കിൽ നാടോടി വിജ്ഞാനശാസ്ത്രം എന്ന് പറയുന്ന ഈ പഠന മേഖല വളരെ വികസിതമായി മാറുകയും
നരവംശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രം, ഭാഷാശാസ്ത്രം തുടങ്ങി ഒട്ടനവധി പഠന മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ധാരാളം പുതിയ പഠന മേഖലകൾ രൂപം കൊള്ളുകയും അല്ലെങ്കിൽ പുതിയ പഠന രീതികൾ രൂപം കൊള്ളുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത്തരത്തിൽ ഫോക്ലോറിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പഠന വിഭാഗങ്ങളെ, പഠന മേഖലകളെ പരിചയപ്പെടുകയാണ് നമ്മൾ ബ്ലോക്ക് 3 കാണുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ ബ്ലോക്കിനകത്ത് നമുക്കറിയാം ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പഠന മേഖലയാണ്, പഠന രീതിശാസ്ത്രവും പഠന പദ്ധതിയും ഉള്ള ഒരു ശാസ്ത്ര മേഖലയാണ് ഈ ഫോക്ലോർ എന്ന് പറയുന്ന വിജ്ഞാന ശാഖ. അതിൽ തന്നെ ധാരാളം പഠന മേഖലകളായിട്ട് അതിനെ തിരിക്കുകയും അല്ലെങ്കിൽ പുതിയ പഠന മേഖലകൾ കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭൂതകാലത്തെ അറിവുകളെ സംരക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്ലോർ പഠനത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളുടെ പഴയ കാലത്തെ പാരമ്പര്യമായിട്ടുള്ള അറിവുകളെ നമ്മൾ സംരക്ഷിച്ചു വെക്കുന്നതിലൂടെയാണ് പുതിയ അറിവുകളെ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് നമ്മൾ പുതിയ പുതിയ ജീവിത രീതികളിലേക്ക് മാറുകയും ഒരു ആധുനികമായ അല്ലെങ്കിൽ വികസിതമായ ഒരു സമൂഹമായിട്ട് അത് രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മൾ ഈ പഠന മേഖലയെ അതിന്റെ വ്യത്യസ്തമായ ചില തലങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പഠിക്കുവാനാണ് ഫോക്ലോറിന്റെ പുതിയ പഠന മേഖലകളെല്ലാം ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ബ്ലോക്കിനകത്ത് എന്താണ് ഫോക്ലോറിസം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫോക്ലോർ എന്ന് പറയുന്ന പദത്തിന്റെ നിർവചനം നമ്മൾ ഇതിന്റെ മുൻ ചെന്ന ബ്ലോക്കുകളിലെല്ലാം ഫോക്ലോറിനെ കുറിച്ചുള്ള നിരവധി നിർവചനങ്ങളെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ ഫോക്ലോറിസം എന്താണെന്ന് നമ്മൾ പരിചയപ്പെടുന്നു. അർബൻ ഫോക്ലോർ എന്ന് പറയുന്ന നഗരവും ഒക്കെ രൂപപ്പെട്ടു വരുന്ന ഒരു കാലത്ത് അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഫോക്ലോർ അറിവുകളെ അല്ലെങ്കിൽ ഫോക്ലോർ പഠന മേഖലയെ ആണ് നമ്മൾ അർബൻ ഫോക്ലോർ എന്ന് പറയുന്ന. അർബൻ ഫോക്ലോർ, അപ്ലൈഡ് ഫോക്ലോർ, എങ്ങനെയാണ് ഇതിനെ ഒരു ആപ്ലിക്കേഷന്റെ തലത്തിലേക്ക് ഇതിനെ മാറ്റുന്നത് എന്നുള്ള രീതിയിൽ ഒരു അപ്ലൈഡ് ഫോക്ലോർ, എന്നിങ്ങനെ മെറ്റാ ഫോക്ലോർ, ഇക്കോ ഫോക്ലോർ, ഫിലിമിക് ഫോക്ലോർ, ഫാൻസ് ഫോക്ലോർ എന്ന് പറയുന്ന ഇതൊന്നും അല്ല കേട്ടോ. ഇതിലും ധാരാളം ഫോക്ലോർ പഠന മേഖലകൾ ഫോക്ലോറുമായി ബന്ധപ്പെട്ടുണ്ട്, നാടോടി വിജ്ഞാന ശാഖയുമായി ബന്ധപ്പെട്ട് രൂപം കൊള്ളുന്നുണ്ട്. എന്നാലും പ്രധാനപ്പെട്ട 1-2 പഠന മേഖലകളെ ഇവിടെ പരിചയപ്പെടുത്തുവാനാണ് നമ്മൾ ഈ ബ്ലോക്ക് 3ാമത്തെ ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ അപ്പം ഇതിന്റെ ഈ ബ്ലോക്ക് 3-നകത്ത് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് 2 ക്ലാസ്സുകൾ വെച്ചിരിക്കുന്നത്. അതിൽ ഇന്നലത്തെ ക്ലാസ്സിനകത്ത് ടീച്ചർ എന്താണ് ഫോക്ലോറിസം എന്നും ഫോക്ലോർ, അർബൻ ഫോക്ലോർ, അപ്ലൈഡ് ഫോക്ലോർ എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞു. നമുക്ക് ഇന്ന് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത് എന്താണ്, ഇക്കോ ഫോക്ലോർ എന്താണ്, ഫിലിമിക് ഫോക്ലോർ എന്താണ്, ഫാൻസ് ഫോക്ലോർ എന്താണെന്നുള്ള പറയുന്ന അതിന്റെ ഒരു രീതിശാസ്ത്രം എന്താണ് പ്രധാനമായിട്ടും ആ മേഖലകളിൽ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇനി ഇവിടെ അന്വേഷിക്കുന്നത്. അപ്പം ഫോക്ലോറിനെ സംബന്ധിച്ച് എന്താണ് ഒരു നാടോടി വിജ്ഞാന ശാഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ പരമ്പരാഗതമായ ഭൂതകാലത്തിലെ അറിവുകളെ സംരക്ഷിച്ചു വെക്കുക, അത് ശേഖരിച്ചു വെക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ഫോക്ലോറിന്റെ ഒരു ലക്ഷ്യം. അത് മാത്രമല്ല, ജനസമൂഹം ഏതൊക്കെ മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അതിന്റെ ഒരു സമൂഹത്തിന്റെ ഭക്ഷണം, അവന്റെ വസ്ത്രം, അല്ലെങ്കിൽ അവന്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവന്റെ കഥകൾ, നാട്ടറിവുകൾ, ഇവയൊക്കെ തന്നെയും ഫോക്ലോറിന്റെ പഠന ഭാഗമായിട്ടാണ് നമ്മൾ അതിനെ പഠിക്കുന്നത്. അപ്പം ധാരാളം ഫോക്ലോറിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു സമൂഹത്തിന്റെ സാമൂഹ്യ ജീവിത സംസ്കാരത്തെയാണ് നമ്മൾ ഫോക്ലോറിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അതൊരു വ്യക്തിയാവാം, അത് ഉണ്ടാക്കുന്ന ഒരു ഫോക്ലോർ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു കഥയായി ഫോക്ലോറിന്റെ ഭാഗമായിട്ടുള്ള ഒരു കഥയോ കവിതയോ അല്ലെങ്കിൽ നാടൻ പാട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാട്ടറിവുകളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളോ ആവാം രൂപം കൊള്ളുന്നത്. പിന്നീട് അതൊരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് തീരുകയാണ്. ആ സമൂഹത്തിന്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന്റെ ഉൽപ്പന്നമായിട്ട് ആ ഫോക്ലോർ മാറുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഫോക്ലോറിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അത് ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു കർത്താവ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ ചേർന്നാവാം ഒരു ഫോക്ലോർ ഉണ്ടാകുന്നത്. ഒരു ഫോക്ലോർ മീൻസ് ഒരു നാട്ട അറിവ് അല്ലെങ്കിൽ ഒരു നാടോടി സാഹിത്യം, നാടൻ കഥ, നാടോടി പാട്ട് ഇവ ഉണ്ടാക്കുന്നത്. പക്ഷെ പിൽക്കാലത്ത് അതൊരു സമൂഹത്തിന്റെ ആയിട്ട് അത് മാറുന്നു. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തിയോ ആയിരിക്കാം അത് ഉണ്ടാക്കുന്നത്, പക്ഷെ പിന്നീട് അതൊരു സമൂഹത്തിൻ്റെതായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ അതിനൊരു കൃത്യമായ ഒരു കർത്തൃത്വം ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നാടോടി സാഹിത്യത്തെ സംബന്ധിച്ച് അതൊരു അജ്ഞാത കർത്തൃകമാണെന്ന് പറയുന്നത്. ആരാണ് എഴുതിയത് അല്ലെങ്കിൽ ആരാണ് നിർമ്മിച്ചത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു അറിവില്ലാത്തതിനാൽ അതിനെ നമ്മൾ അജ്ഞാത കർത്തൃകം, ആരാണ് എഴുതിയത് അല്ലെങ്കിൽ കർത്തൃത്വം അജ്ഞാതമാണെന്നുള്ള രീതിയിലാണ് നാടോടി സാഹിത്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പം നാടോടി സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ നാടോടി അറിവുകളുടെ നാടോടി വിജ്ഞാനീയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അജ്ഞാത കർത്തൃകങ്ങളാണ്. ആരാണ് അത് നിർമ്മിച്ചത് എന്നതിനെ പറ്റി നമുക്ക് കൃത്യമായ അറിവുകൾ ഉണ്ടാവുന്നില്ല. അതൊരു സമൂഹത്തിൻ്റെതായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. മറ്റൊന്ന്, അതൊരു വാമൊഴി വഴക്കത്തിലുള്ളതാണ്. വാമൊഴിക്കാണ് അവിടെ പ്രാധാന്യം. അത് എഴുതി വെക്കപ്പെടുന്നതിനേക്കാൾ ഉപരിയായി അതെന്ത് ചെയ്യാണ്, തലമുറകളായിട്ട് വാമൊഴിയായിട്ട് നമുക്ക് പകർന്നു കിട്ടിയതാണ്. നമുക്കറിയാലോ, നമ്മളുടെ പല നാടോടി കഥകളും നാടോടി പാട്ടുകളും ഒക്കെ തന്നെയും ഇങ്ങനെ വാമൊഴിയായിട്ട് നമുക്ക് പകർന്നു കിട്ടുന്നതാണ്. അപ്പം വാമൊഴിയായിട്ട് പകർന്നു കിട്ടിയിട്ടുള്ള ഈ നാട്ടറിവുകളെ, നാടോടി വിജ്ഞാനത്തെ നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, അതിനെ ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു കർത്തവ്യമാണ് പ്രധാനമായിട്ടും ഫോക്ലോർ പഠനത്തിനുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള നാടോടി വിജ്ഞാനങ്ങളെ എന്താണ് വാമൊഴിയായിട്ട് അല്ലെങ്കിൽ തലമുറകളായിട്ട് പറഞ്ഞു കേട്ട് വന്നതാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എല്ലാ കാലത്തും ഇത്തരം നാട്ടോടി അറിവുകളെ സംരക്ഷിക്കുന്ന കുറച്ച് ആളുകൾ കാണും. അവരാണ് പ്രധാനമായിട്ടും ഇതിന്റെ കർത്തവ്യം, ഇതിനെ സംരക്ഷിക്കുന്ന ഒരു കർത്തവ്യം അവരെ ഏറ്റെടുക്കുകയും അവരിലൂടെ ഇതിങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിലുള്ള ഒട്ടനവധി നെൽവിത്തുകളെ കുറിച്ച് നമുക്ക് അറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് അതിനകത്ത് കുറച്ച് നെൽവിത്തുകളെ കുറിച്ച് അറിയാം. പുതിയ തലമുറകളെ സംബന്ധിച്ചിടത്തോളം ഒരു നെൽവിത്തിന്റെ പോലും പേര് ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ല. അപ്പം ഈ കാലങ്ങൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മളുടെ അടുത്ത് നിന്നും അകന്നകന്ന് പോകുന്ന പല നാട്ടറിവുകളെയും സംരക്ഷിച്ചു വെക്കുന്ന കുറെ വ്യക്തികളോ അല്ലെങ്കിൽ കുറെ വ്യക്തികൾ കാണും. അവരിൽ നിന്നാണ് നമ്മൾ പിന്നീട് ഡോക്യുമെന്റ് ചെയ്തൊക്കെ സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ചില കൂട്ടായ്മകളുടെ പരിശ്രമ ഫലമാണ് ഇത്തരം നാടോടി വിജ്ഞാനത്തെ നമ്മളിങ്ങനെ തലമുറകളായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കേരളത്തിലെ പ്രചാരത്തിലിരുന്ന ഒട്ടനവധി നെൽവിത്തുകളെ കുറിച്ച് പഠിക്കുകയും അതിനെ സംരക്ഷിച്ച് വീണ്ടും അതിനെ പാകി വീണ്ടും അതിന്റെ ജനറേഷൻ ഇങ്ങനെ ഉണ്ടാക്കുകയും ചെയ്ത ഒരു മഹാനായിട്ടുള്ള ഒരു കർഷകനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ചെറുവയൽ കെ രാമൻ എന്ന് പറയുന്ന ഒരാൾ. ഒരു ആദിവാസി ഗോത്രഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് മെസ്സേജുകൾ അയക്കാം കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് അടിയിൽ മെസ്സേജ് ചെയ്താൽ നമുക്കിതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന പോലെ ആവുകയും ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചെറുവയൽ കെ രാമൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച്? പത്മശ്രീ ഒക്കെ കിട്ടി നമ്മുടെ ഭാരതം ബഹുമാനിച്ച ഒരു വ്യക്തിയാണ് ചെറുവയൽ കെ രാമൻ. അപ്പൊ അദ്ദേഹം ഒട്ടനവധി 200 ശതമാനം നെൽ വിത്തിനങ്ങളെ സംരക്ഷിക്കുകയും അതിങ്ങനെ കൈമാറ്റം ചെയ്ത് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കർഷകനാണ് അദ്ദേഹം. ഒരു ആദിവാസി ഗോത്രഭാഗത്തിൽപ്പെടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ചെറുവയൽ കെ രാമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം ഇത്തിരി അധികം കാര്യങ്ങൾ ഇതുപോലെ നമ്മളുടെ ഒരു നാടോടി വിജ്ഞാനത്തിനകത്ത് പെടുന്ന ഒന്നാണ്. നമ്മളുടെ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി നെൽ വിത്തുകളെ സംരക്ഷിക്കുന്ന ഒരു കർത്തവ്യം അദ്ദേഹം ഏറ്റെടുത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലെ ഞാൻ ഉദാഹരണമായി പറഞ്ഞതിന്റെ കാരണം വെച്ചാൽ ഇതുപോലെ ഒട്ടനവധി വ്യക്തികൾ അവർ ഇത്തരം നാടോടി വിജ്ഞാനത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്താൽ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ നാടോടി പാട്ടുകളെ പാടുകയും അത് പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒത്തിരി നാടോടി കലാകാരന്മാരെ നമുക്കറിയാം. കുട്ടപ്പനെ പോലെയുള്ള നാടൻ പാട്ടുകളിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒത്തിരി കലാകാരന്മാരുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കൊട്ട നെയ്യുന്നതോ അല്ലെങ്കിൽ എന്താ പറയുന്നത് പാള കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ ഓലയിൽ നിന്നുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ സംരക്ഷിക്കുകയും അത് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒത്തിരി വ്യക്തികളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ഈ വ്യക്തികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ഈ നാട്ടറിവുകളെ നമ്മളിങ്ങനെ സംരക്ഷിച്ചു പോരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള അറിവുകളെ സംരക്ഷിക്കുകയും പുതിയ അറിവുകളെ കൂട്ടിച്ചേർക്കുകയും ചെയ്ത് ഈ ഫോക്ലോർ അല്ലെങ്കിൽ നാടോടി വിജ്ഞാനം പറയുന്ന ഈ ശാഖ ഇങ്ങനെ നിരന്തരം പരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മറ്റൊരു പ്രത്യേകത. നിങ്ങൾ തന്നെ നോക്കുക, ഒരു 100 കൊല്ലത്തെ അല്ലെങ്കിൽ 200 കൊല്ലത്തെ അറിവുകളെ നമ്മൾ ഫോക്ലോറിന് ഭാഗമായിട്ട് പഠിക്കണം. അപ്പം ഫോക്ലോർ എന്ന് പറയുന്ന പഠനശാഖയ്ക്ക് ഫോക്ലോറിന് ഒരിക്കലും ഒരു നാശം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. കാരണം ഓരോ നിമിഷവും അടുത്തതിലേക്ക് പോകുമ്പോൾ ഇത് പഴയതായി പോവുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പം നമ്മൾ ഇന്ന് നമ്മളെ നിലവിലിരിക്കുന്ന ആചാരങ്ങളോ വിശ്വാസങ്ങളോ നമ്മളുടെ ഭക്ഷണമോ വസ്ത്രമോ ജനജീവിതവുമായി ബന്ധപ്പെട്ട എന്തും
ഒരു 100 കൊല്ലം കഴിയുമ്പോൾ ഫോക്ലോർ ആയിട്ട് മാറും. 100 കൊല്ലം കഴിയണമെന്നില്ല, അത് പഴയുന്നതനുസരിച്ച് പുതിയത് വരുന്നതനുസരിച്ച് ഇത് പഴമയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം അതും ഫോക്ലോറിന്റെ പഠന ഭാഗമായിട്ട് വരും. നമ്മളിപ്പോ ഒരു 50 കൊല്ലത്തെ അല്ലെങ്കിൽ ഒരു 60 കൊല്ലത്തെ നമ്മുടെ കേരളത്തിന്റെ അകത്തെ ജനസമൂഹത്തെ മനസ്സിലാക്കുന്ന സമയത്ത് അന്നത്തെ കാർഷിക ജീവിതം, അന്നത്തെ ഭക്ഷണം, ഇവയൊക്കെ നമുക്ക് ഇന്നൊരു ഫോക്ലോറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നിരന്തരം ഫോക്ലോറുകൾ അല്ലെങ്കിൽ നാടോടി ഫോക്ലോറിന്റെ പഠന മേഖലകൾ നിരന്തരം പരിണാമ വിധേയമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അതിനകത്ത് ധാരാളം കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകുന്നു, ധാരാളം പാഠഭേദങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരമായ ഒരു സ്ഥിരത ഫോക്ലോറിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത്. അത് ഓരോ നിമിഷവും, ഉദാഹരണത്തിന് ഒരു കടങ്കഥ അല്ല ഒരു കഥയായിക്കോട്ടെ, ഒരു നാടോടി കഥ, അതിങ്ങനെ ഓരോ കാലം കഴിയും അത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം വേറൊരാളോട് പറയുമ്പോൾ എങ്ങനെയൊക്കെ മാറ്റം വരുന്നോ അതുപോലെ ഈ നാടോടി അറിവുകൾക്കും കാലങ്ങൾക്കനുസരിച്ചുള്ള മാറ്റം വരും. അതുകൊണ്ടാണ് ഈ നാടോടി സാഹിത്യം അല്ലെങ്കിൽ നാടോടി വിജ്ഞാനം എന്താണ്, പരിണാമമുള്ളതാണ്, നിരന്തരം പരിണാമത്തിന് വിധേയമാകുന്നതാണ്, അല്ലെങ്കിൽ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പുതിയ പുതിയ ജീവിതവുമായി ബന്ധപ്പെട്ട പുതിയ സാങ്കേതികതയിലും അല്ലെങ്കിൽ മറ്റു മേഖലകളിലും ഒക്കെ ആധുനികമായ ഒരു ജീവിത പരിസരത്തേക്ക് വരുമ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാവുകയും പിന്നീട് അത് പഴയതായി പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫോക്ലോർ പഠനം എപ്പോഴും ഇങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പരിണാമ വിധേയമായിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ പഠന മേഖലകൾ ഈ ഫോക്ലോർ പഠനവുമായി ബന്ധപ്പെട്ട്, നാടോടി വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം ചില കീവേഡുകൾ ഫോക്ലോർ പഠനവുമായി ബന്ധപ്പെട്ട, ഇപ്പം ഫോക്ലോറിസം എന്ന് പറയുന്ന ഒന്ന് എന്താണ്, അർബൻ ഫോക്ലോർ എന്ന് പറയുന്ന അതെന്താണ് എന്നൊക്കെ പറയുന്ന, അർബൻ ഫോക്ലോർ, മെറ്റാ ഫോക്ലോർ, ഫിലിമിക് ഫോക്ലോർ എന്നൊക്കെ പറയുന്ന ധാരാളം പഠന മേഖലകൾ നമ്മൾ ഇതുമായി ചേർത്ത് രൂപം കൊള്ളുന്നതും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതും. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഈ ബ്ലോക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെറ്റാ ഫോക്ലോറിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയാം. അപ്പം മെറ്റാ ഫോക്ലോർ എന്ന് പറഞ്ഞാൽ ഫോക്ലോറുകളുടെ ഫോക്ലോർ എന്നാണ് അലൻ ഡെന്റിസ് ഇതിനൊരു നിർവചനം കൊടുത്തിരിക്കുന്നത്. ഫോക്ലോറുകളുടെ ഫോക്ലോർ, അതായത് ഫോക്ലോർ എന്ന് പറയുന്ന നാടോടി വിജ്ഞാനത്തിന്റെ അതിനെ സംബന്ധിക്കുന്ന വിജ്ഞാനം, അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്നുള്ള അറിവ് എന്നുള്ളത് തന്നെയാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നാടോടി വിജ്ഞാനം എന്ന് പറയുന്നത് തന്നെ ഒരു ജനസമൂഹത്തിന്റെ സമഗ്രമായ എല്ലാത്തിനെയും സംബന്ധിച്ചുള്ള അറിവുകളെയാണ് നമ്മൾ ഫോക്ലോർ എന്ന് പറയുന്നതെങ്കിൽ, ഈ ഫോക്ലോർ ശാഖയെ സംബന്ധിച്ചിട്ടുള്ള രൂപം കൊള്ളുന്ന ഫോക്ലോറുകളെയാണ് നമ്മൾ മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. ഈ ഫോക്ലോറിനെ സംബന്ധിച്ച് തന്നെ രൂപം കൊള്ളുന്ന അറിവുകളെ, അല്ലെങ്കിൽ അതിൽ നിന്ന് രൂപം കൊള്ളുന്ന പാട്ടുകളെ ഒക്കെ നമ്മൾ മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്ന പഠന ശാഖയുടെ ഭാഗമായി പരിഗണിക്കും. അപ്പം ഈ ഫോക്ലോർ എന്ന് പറയുന്ന വിജ്ഞാന ശാഖയെ നവീകരിക്കുവാനും അതിൻ്റെ അകത്തെ പ്രശ്നങ്ങളെ വിമർശനാത്മകമായി അതിനെ നോക്കുവാനും അതിനെ കുറച്ചുകൂടി നവീകരിക്കാനും ഒക്കെ നമുക്ക് ഈ പറയുന്ന മെറ്റാ ഫോക്ലോർ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഫോക്ലോറുകളുടെ ഫോക്ലോർ എന്നാണ് അലൻ ഡെന്റിസ് ഈ മെറ്റാ ഫോക്ലോറിനെ വിശേഷിപ്പിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ചോദിക്കുന്ന സമയത്ത് തന്നെ ചോദിക്കാൻ കേട്ടോ, മെസ്സേജ് ഇട്ടാൽ മതി. അപ്പൊ മെറ്റാ ഫോക്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്ലോറുകളുടെ ഫോക്ലോർ എന്നാണ് അലൻ ഡെന്റിസ് അതിന് ഒരു നിർവചനം കൊടുത്തിട്ടുള്ളത്. അപ്പം നിലവിലിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ പരമ്പരാഗതമായ അറിവുകളെയാണ് ഫോക്ലോർ എന്ന് പറയുന്നതെങ്കിൽ, ഈ ഫോക്ലോറുകളിന്റെ ഇത്തരം അറിവുകളെ കുറിച്ചുള്ള ഉണ്ടാക്കുന്ന അറിവുകൾ, അവയാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫോക്ലോറുകളുടെ ഫോക്ലോർ എന്ന് അലൻ ഡെന്റിസ് മെറ്റാ ഫോക്ലോറിനെ വിശേഷിപ്പിച്ചത്. ഇനി അതിന്റെ ഒരു കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് നന്നായി മനസ്സിലാവും. അപ്പൊ പഴഞ്ചൊല്ലിൽ പതിരില്ല, ഇതിനകത്ത് ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയണം. പഴഞ്ചൊല്ലിൽ പതിരില്ല, അതായത് പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് നമ്മളുടെ ഫോക്ലോർ നാടോടി വിജ്ഞാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പഴഞ്ചൊല്ലുകൾ. എല്ലാ ജനസമൂഹത്തിനും ധാരാളം പഴഞ്ചൊല്ലുകൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ഈ പഴഞ്ചൊല്ലുകൾ എന്തിനാണ് ഉത്ഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞ ബ്ലോക്കുകളിൽ പഠിച്ചിട്ടുണ്ടാവാം. എന്താണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്? പഴയകാലത്ത് നമ്മളുടെ ഇന്നത്തെ മാതിരി
എന്താണ് അറിവുകളെ സംരക്ഷിച്ചു വെക്കുവാനായിട്ട്, അറിവുകളെ പകർന്നു കൊടുക്കുവാൻ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഇന്നുണ്ട്. നമുക്ക് എഴുതി വെക്കാം, ഫോണിൽ സേവ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള അത് ഡോക്യുമെന്റ് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിവുകളെ പ്രദാനം ചെയ്യുവാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ വാമൊഴികളിലൂടെ, പഴഞ്ചൊല്ലുകളിലൂടെ, ശൈലികളിലൂടെ, പാട്ടുകളിലൂടെ, നാടോടി കഥകളിലൂടെയൊക്കെയാണ് അറിവുകളെ ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നത്. ഒരു ജനസമൂഹത്തിന്റെ ജീവിതത്തിന് അവരുടെ ജീവിതം സന്മാർഗപരമായി പോകാൻ, നേരാവണ്ണം പോകാൻ, ധാർമ്മികമായി മുന്നോട്ട് പോകുവാൻ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു സമൂഹം നേരായ രീതിയിൽ ജീവിക്കുവാനൊക്കെ ആയിട്ട് തലമുറകൾ മറ്റു പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന അറിവുകളാണ് പ്രധാനമായിട്ടും പഴഞ്ചൊല്ലുകളായിട്ട് രൂപം കൊള്ളുന്നത്. അപ്പൊ എല്ലാ സമൂഹത്തിനും ഇത്തരം പഴഞ്ചൊല്ലുകൾ ഉണ്ട്. അത് പ്രാദേശികമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കാം. ചിലപ്പോൾ ഒരേ അർത്ഥങ്ങളായിരിക്കാം, ചിലപ്പോൾ പദങ്ങൾ അതിനകത്ത് മാറിയിട്ടുണ്ടാവും. അപ്പം പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലാണ്. അത് പഴഞ്ചൊല്ലിൽ തന്നെ പതിരില്ല. പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാടോടി വിജ്ഞാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അപ്പം പഴഞ്ചൊല്ലുകൾ ഒന്നും തന്നെയും പതിരല്ല, പാഴായി പോകുന്നതല്ല എന്ന് പഴഞ്ചൊല്ലിനെ തന്നെ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ പഴഞ്ചൊല്ലിന്റെ തന്നെ ഒരു സ്വഭാവത്തിനെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്ന പഴഞ്ചൊല്ല്. ഇതൊരു മെറ്റാ ഫോക്ലോർ ആണ്. അപ്പം ഇത് മറ്റു പഴഞ്ചൊല്ലിന്റെ അതിന്റെ ബാഹ്യമായ ഒരു ഘടന എന്ന് പറയുന്നത് മറ്റു പഴഞ്ചൊല്ലിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ഇതൊരു ഒരു ശൈലിയാണ്, ഒരു പഴഞ്ചൊല്ലിനെ സംബന്ധിക്കുന്ന ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചൊല്ലാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത്. എന്നാൽ ഈ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്ന ആ പഴഞ്ചൊല്ല് മുന്നോട്ട് വയ്ക്കുന്ന ധാരാളം അർത്ഥങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് ഈ പഴഞ്ചൊല്ല് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സന്മാർഗ ജീവിതത്തിൽ സാമൂഹികമായ നന്മയ്ക്ക് വേണ്ടി, സാമൂഹികമായ പുരോഗതിക്ക് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ളതാണ്. പരമ്പരാഗതമായ അവന്റെ അറിവുകളെ വർത്തമാന കാലത്തുമായി സംയോജിപ്പിച്ചുകൊണ്ട് അവന് ഉപകാരപ്രദമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളവയാണ് പഴഞ്ചൊല്ല് എന്ന് പറയുന്ന ഒരു അറിവ് ഈ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്ന പഴഞ്ചൊല്ലിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത് പരമ്പരാഗതമായി നമുക്ക് കിട്ടിയ അറിവുകള് ഒട്ടും തന്നെ മോശമല്ല, അല്ലെങ്കിൽ അത് ചീത്തയല്ല, അത് നമുക്ക് ഉപകാരപ്രദമായില്ല, നിലനിൽക്കുന്നു എന്ന് പറയുന്ന ആ പഴഞ്ചൊല്ലിന്റെ കൂട്ടായ്മയെക്കുറിച്ചും പഴഞ്ചൊല്ലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പം ഇതാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. അത് ഫോക്ലോറിന്റെ തന്നെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിനെ വിമർശനാത്മകമായി സമീപിക്കാം, അതിന്റെ ഗുണപരമായ ഘടകങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാം, അതിന്റെ മാറുന്ന ഒരു പരിസ്ഥിതിയെ കുറിച്ച് ചിന്തിക്കാം, വെളിപ്പെടുത്താം. ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ഫോക്ലോറിനെ കുറിച്ച് തന്നെ നിർമ്മിക്കപ്പെടുന്ന ഫോക്ലോർ നിർമ്മിതികളാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പം പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത് അത്തരമൊരു മെറ്റാ ഫോക്ലോറിന്റെ ഉദാഹരണമായിട്ട് നമ്മൾ പറയാം. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, അപ്പൊ ഫോക്ലോറുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു സമൂഹം പല കാരണങ്ങളാൽ ഇത്തരം ഫോക്ലോർ, ഇപ്പൊ ഒന്ന് നാടോടി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫോക്ലോറുകളെ നിർമ്മിക്കുകയും പിന്നീട് ആ ഫോക്ലോർ രൂപത്തെ കുറിച്ച് തന്നെ, അതായത് നിർമ്മിച്ച ആ സ്വന്തം സൃഷ്ടിയെ കുറിച്ച് തന്നെ വീണ്ടും ചില അറിവുകൾ ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ ഉണ്ടാക്കുക. ഇപ്പം പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്ന പോലെ അവരുണ്ടാക്കിയ അതിനെക്കുറിച്ച് വീണ്ടും അവര് ചില ഫോക്ലോറുകൾ സൃഷ്ടിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഫോക്ലോർ രൂപത്തെ കുറിച്ച് പുതിയതായി ഒറ്റൊരു ഫോക്ലോർ നിർമ്മിക്കുമ്പോൾ അതിനെ നമ്മൾ മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നു. പിന്നീട് അത് ആ ഫോക്ലോറിനെ കുറിച്ചുള്ള അഭിപ്രായമാവാം, ആ ഫോക്ലോറിനെ കുറിച്ചുള്ള ഒരു വിമർശനമാവാം, അല്ലെങ്കിൽ ആ ഫോക്ലോറിനെ നവീകരിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങളാവാം. അങ്ങനെ ഫോക്ലോറിനെ വീണ്ടും നവീകരിക്കുവാനോ വിമർശിക്കുവാനോ ഉണ്ടാക്കുന്ന ഫോക്ലോറുകളെയാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു എന്താണ് മെറ്റാ ഫോക്ലോർ. ഫോക്ലോറുകളെ സംബന്ധിച്ചുണ്ടാക്കുന്ന ഫോക്ലോറുകളെയാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ പറയുന്ന ഒരു അതിനെക്കുറിച്ചുള്ള ഒരു വിമർശനാത്മകമായ ഒരു സമീപനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചുണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഒരു മെറ്റാ ഫോക്ലോർ, ഒരു ഫോക്ലോർ രൂപത്തെ ഉപജീവിക്കുന്ന മറ്റൊരു ഫോക്ലോർ രൂപം മെറ്റാ ഫോക്ലോർ ആകുമോ എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായിട്ട് ഓണം ഇല്ലാതെ
കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ലുണ്ടാകില്ല. അത് നമുക്കറിയാം. ഓണവുമായി ബന്ധപ്പെട്ട, ഓണം എന്ന് പറയുന്ന ഒരു മിത്തുമായി ബന്ധപ്പെട്ടാണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടാകുന്നത്. മെറ്റാ ഫോക്ലോർ അതിനടിസ്ഥാനമായി നിലനിൽക്കുന്ന മറ്റൊരു ഫോക്ലോറിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്ന് കാണിക്കുന്നു. കാരണം മെറ്റാ ഫോക്ലോർ ഉണ്ടാകുന്നത് ഈ ഒരു ഫോക്ലോർ ഉണ്ടാകുന്ന ഒരു മിത്ത്, ഒരു സമൂഹത്തിന്റെ ഒരു മിത്തിൽ നിന്നാണ് ഒരു ഫോക്ലോർ ഉണ്ടാകുന്നത്. ആ ഫോക്ലോറിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് മെറ്റാ ഫോക്ലോർ ഉണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് ഈ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ പരസ്യങ്ങളെല്ലാം അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ധാരാളം എന്താ പറയുന്ന അറിവുകളെ സംഭരിച്ചു വയ്ക്കുന്ന പുതിയ ഫോക്ലോറുകളെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതാണ് ഇതൊരു മറ്റൊരു ഫോക്ലോറിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്ന് ഇതിനെ കാണിക്കുന്നു. നമ്മൾ ഒരെണ്ണം ഉണ്ടെങ്കിലല്ലേ മറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഓണം എന്ന് പറയുന്ന ഒരു മിത്തിനെ അടിസ്ഥാനമാക്കിയാണ് കാണം വിറ്റ് ഓണം ഉണ്ണണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മെറ്റാ ഫോക്ലോറും ഒരു ഫോക്ലോർ നിലവിലുള്ള ഒരു ഫോക്ലോറിനെ അടിസ്ഥാനമാക്കിയല്ലേ അത് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സംശയം നമുക്ക് വരാം. അത് തീർച്ചയായിട്ടും ഒരു ഫോക്ലോറിന് നിലവിലിരിക്കുന്ന ഒരു ഫോക്ലോറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മെറ്റാ ഫോക്ലോർ രൂപം കൊള്ളുന്നത് എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പം ഫോക്ലോർ പ്രധാനമായിട്ടും ഒരു കൂട്ടായ്മയുടെ സവിശേഷതകളെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഫോക്ലോർ പഠനവും പൂർണ്ണമാകണമെങ്കിൽ ഒരു മെറ്റാ ഫോക്ലോർ കൂടി വേണം എന്നാണ് പറയുന്നത്. ഫോക്ലോറിന്റെ പഠനം, ഒരു ഫോക്ലോർ ഉണ്ടാകുന്നു, ഒരു നാടോടി വിജ്ഞാനം ഉണ്ടാകുന്നു, അതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനമായിട്ട് ഫോക്ലോർ വിജ്ഞാന ശാഖ ഉണ്ടാകുന്നു. ആ ഫോക്ലോറിനെ സംബന്ധിച്ച് ആ വിജ്ഞാന ശാഖയെ സംബന്ധിച്ച്, ആ അറിവിനെ സംബന്ധിച്ച് മറ്റൊരു ഫോക്ലോർ ഉണ്ടാകുമ്പോൾ അതൊരു മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്ന ഒന്നായിട്ട് മാറുന്നു. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫോക്ലോറിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു ഫോക്ലോർ. അപ്പം ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഒരു തെയ്യം എന്ന് പറയുന്നത് ഒരു ഫോക്ലോർ ആണ്. അത് ഒരു നാടോടി വിജ്ഞാനമാണ്, അല്ലെങ്കിൽ ഒരു സമൂഹം രൂപപ്പെടുത്തിയ ഒന്നാണ് തെയ്യം എന്ന് പറയുന്ന ഒരു ഫോക്ലോർ, ഒരു അറിവ് അല്ലെങ്കിൽ ഒരു കലാരൂപം. അപ്പൊ ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മറ്റൊരു കലാസൃഷ്ടിയോ അല്ലെങ്കിൽ മറ്റൊരു അറിവോ ഇപ്പൊ നമ്മൾ പുതിയ കാലത്ത് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊരു മെറ്റാ ഫോക്ലോർ ആയിട്ട് മാറുന്നു. ഇനി പലപ്പോഴും മെറ്റാ ഫോക്ലോർ നിർമ്മിക്കുന്നത് അതിന്റെ വിമർശനാത്മകമായ തലത്തിൽ നിന്നുകൊണ്ടായിരിക്കാം പ്രധാനമായിട്ട് അത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിനെ ഹാസ്യാത്മകമായി ആവിഷ്കരിച്ചുകൊണ്ടാണ് പലപ്പോഴും മെറ്റാ ഫോക്ലോർ ഉണ്ടാകുന്നത്. ഇത് വടക്കൻ കേരളത്തിലുള്ള പല ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ കൂട്ടത്തിലുണ്ടോ? മലബാറിലൊക്കെയുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ഗ്രൂപ്പിലുണ്ടോ? ആകെ 10-12 പേരെ ഇതിനകത്തുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. മലബാർ ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടോ? കാരണം നമുക്ക് തെക്കൻ കേരളത്തെക്കാൾ കൂടുതൽ, തെക്കൻ കേരളത്തിൽ അങ്ങനെ തെയ്യം ഒന്നും നമുക്ക് പൊതുവെ തെയ്യം എന്ന് പറയുന്ന കലാരൂപം തെക്കൻ കേരളത്തിൽ അത്ര പ്രചാരത്തിലില്ല. മലബാറിലാണ് തെയ്യം ധാരാളമായി കാണുന്നത്. പലതരത്തിലുള്ള തെയ്യങ്ങളുണ്ട്, പലതരത്തിലുള്ള തെയ്യങ്ങളെ കെട്ടി ആടാറുണ്ട്. അത് ആചാരപരമായി അനുഷ്ഠിക്കുന്നത് മലബാറിലാണ്. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലുമൊക്കെ ഒന്നും ചാറ്റിലൊന്നും മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ക്ലാസ് എടുക്കുമ്പം കുറച്ചുകൂടി കംഫർട്ടാകും കേട്ടോ. അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾ ഓപ്പൺ ചെയ്ത് സംസാരിക്കണം എന്നില്ല. നിങ്ങൾക്ക് കേൾക്കാലോ അല്ലേ ഞാൻ ഈ പറയുന്നത്? കേൾക്കാം. നിങ്ങൾ മെസ്സേജെങ്കിലും ഇടുക കേട്ടോ. ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത് ഇപ്രകാരം എന്താണ്, ഫോക്ലോറിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന ഫോക്ലോറുകളാണ് മെറ്റാ ഫോക്ലോർ. അത് പലപ്പോഴും നമ്മൾ പറഞ്ഞു അതൊരു ഫലിത രൂപേണ, പരിഹാസ രൂപേണ പലപ്പോഴും മെറ്റാ ഫോക്ലോർ രൂപം കൊള്ളുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ആരെങ്കിലും ഉണ്ടോ? വടക്കുള്ള ആരെങ്കിലും ഉണ്ടോ മലബാർ പ്രദേശത്ത്? മെസ്സേജ് ഇട്ടേ ഒന്ന്. ആരുമില്ല? നെടുങ്ങോട്ടൂർ എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരാളെ കാണുന്നു. നെടുങ്ങോട്ടൂർ എവിടെയാ സ്ഥലം? എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ. പാലക്കാട് മതി, മലബാർ വേണ്ട. പാലക്കാടൊക്കെ ഇഷ്ടംമാതിരി തെയ്യമില്ലേ?
ഒത്തിരി അത് മിത്തുകളൊക്കെ ഉണ്ട് അല്ലേ നമ്മള്. അപ്പൊ ഇത് പറയാൻ പോകുന്നത് നമ്മൾ മലബാർ ഏരിയയിലാണ് തെയ്യമൊക്കെ ധാരാളത്. അപ്പം പലപ്പോഴും എന്ത് പരിഹാസ രൂപേണ മെറ്റാ ഫോക്ലോർ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണം ഇവിടെ കൊടുക്കുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു ഫലിതം, ഒരു മെറ്റാ ഫോക്ലോർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം അതെന്താണെന്ന്. ശരി, അത് നമുക്ക് നോക്കാം. അതൊരു വിമർശനമാണെന്ന് പറഞ്ഞു. ഒരു ഫോക്ലോർ, മെറ്റാ ഫോക്ലോർ ഉണ്ടാകുന്ന പലപ്പോഴും അതൊരു വിമർശനാത്മകമായിട്ട് അതിനൊരു നിരൂപണ ബുദ്ധിയെ അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ നവീകരിക്കുന്ന രീതിയിലൊക്കെ മെറ്റാ ഫോക്ലോർ ഉണ്ടാകുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ടും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ജനുസ്, മെറ്റാ ഫോക്ലോറിന് പ്രധാനപ്പെട്ട ഒരു ജനുസ് എന്ന് പറയുന്നത് അതൊരു ഫലിതം അല്ലെങ്കിൽ പരിഹാസ രൂപേണ രൂപം കൊള്ളുന്ന ചില ഫോക്ലോറുകളാണ്. ഇനി അതിനെ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയുന്നത്, ഉത്തര കേരളത്തിലെ ഒരു അനുഷ്ഠാനമാണ് തെയ്യം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മലബാർ ഭാഗത്തൊക്കെ പ്രധാനമായിട്ടാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു തെയ്യത്തിനെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ, പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം തെയ്യം എന്ന് പറയുന്നത് ഇങ്ങനെ കുരുത്തോലിയൊക്കെ കെട്ടി അലങ്കരിച്ച വീരന്മാരായിട്ടുള്ള ദേവതകളെയോ ഒക്കെ തന്നെയും ഒരു ദൈവികമായ ഒരു പരിവേഷത്തോടു കൂടി ആചരിക്കുന്ന ഒരു അനുഷ്ഠാന രൂപമാണ് തെയ്യം എന്ന് പറയുന്നത്. ഈ തെയ്യം പലതരത്തിലുള്ള തെയ്യങ്ങളുണ്ട്, ഒത്തിരി തെയ്യങ്ങളുണ്ട്. ദേവതാ രൂപത്തിലുണ്ട്, വീരകഥാപാത്രങ്ങളായിട്ടുള്ള പുലിമറിഞ്ഞ നുണ്ടച്ചനെയൊക്കെ പോലെയുള്ള തെയ്യങ്ങളുണ്ട്. വീരകഥാപാത്രങ്ങൾ ആയിട്ട് വരുന്ന തെയ്യങ്ങളുണ്ട്, കുട്ടി തെയ്യങ്ങളുണ്ട്, ചെറിയ തെയ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ദേവതാ രൂപത്തിലുള്ള തെയ്യങ്ങളുണ്ട്. പലതരത്തിലുള്ള തെയ്യങ്ങൾ കെട്ടി കെട്ടി ആഘോഷിക്കുന്നത്. പ്രത്യേക കാലത്താണ് ഈ തെയ്യങ്ങൾ വരുന്നത്. ഇപ്പം പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് തെയ്യം കെട്ടി ആടാറുള്ളത്. പണ്ട് കാലത്ത് തെയ്യം കെട്ടി എല്ലാ വീടുകളിലൂടെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ജനങ്ങൾക്ക് നന്മ നേരുക, അവരുടെ സമൃദ്ധിക്ക് വേണ്ട പ്രാർത്ഥനകളും ഒക്കെ നൽകുക, അവരെ ആശ്രദിക്കുക എന്ന് പറയുന്നതാണ് തെയ്യം പ്രധാനമായും ചെയ്യുന്നത്. അപ്പം ദേവതയുടെ ഒരാളുടെ ദേവതയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദേവതയുടെ രൂപമെല്ലാം കെട്ടി ആചാരപരമായ അനുഷ്ഠാനപരമായിട്ടാണ് അതിന്റെ ഒരു കർമ്മം നടക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്ന ആ മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത് മുച്ചിലോട്ട് ഭഗവതി എന്ന ദേവതയുടെ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു മെറ്റാ ഫോക്ലോർ, ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. തെക്കൻ കേരളത്തിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു തെയ്യമാണ് മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത്. അപ്പം ഇതൊരു പ്രദേശത്ത് നടന്ന ഒരു കഥയാണ്. ആ കഥയെ സംബന്ധിച്ചിടത്തോളം നടന്ന ഒരു സംഭവമായി പറഞ്ഞു കേട്ട ഒരു അറിവാണ്. ആ അറിവ് ഇങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഈ ഒരു കഥ, അത് ഒരു പക്ഷെ കഥയാവാം, ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാവാം. എന്തായാലും അതിങ്ങനെ രൂപപ്പെട്ട് ഒരു സമൂഹത്തിനിടയിൽ രൂപപ്പെട്ട് അതിങ്ങനെ കൈമാറ്റം ചെയ്ത് വരികയും അതിനൊരു പ്രത്യേക ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അറിവ്, ഒരു ഫോക്ലോർ, ഒരു കഥയോ മിത്തോ ഒക്കെ അതിൽ നിന്ന് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മുച്ചിലോട്ട് ഭഗവതി ആയിട്ട് വേഷം കെട്ടി തെയ്യം കെട്ടുന്ന ഒരാള് ഇതുപോലെ മുച്ചിലോട്ട് ഭഗവതിയായിട്ട് തെയ്യം കെട്ടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു കുളത്തിനടുത്തെത്തുകയും അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ഒരു ശങ്ക ഉണ്ടാവുകയും ചെയ്യുന്നു. വളരെ രസകരമായിട്ട് ഇത് പലപ്പോഴും പലയിടത്തും കേട്ടിട്ടുള്ള ഒരു കഥ കൂടിയാണ്. ഇതിന്റെ ചിലപ്പോൾ ഇതിന് പല വ്യത്യാസങ്ങൾ വരാം. അപ്പം അങ്ങനെ ഒരു വിസർജനത്തിന് ഒരു ശങ്ക തോന്നുകയും ഉടൻ തന്നെ ഈ കുളത്തിലേക്ക്, കാരണം തെയ്യം കെട്ടി ദൈവമായിട്ട് പോകുന്ന ആളാണ്, ആ ദൈവത്തിന് എനിക്ക് ഇതിന് പോകണം എന്ന് പറഞ്ഞ് ഈ ഭക്തജനങ്ങളുടെ ഇടയിൽ കൂടി അതിന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം ഈ കുളം കാണുകയും കുളത്തിലേക്ക് ചാടി ഇറങ്ങി ഒരു അനുഷ്ഠാനം എന്ന വണ്ണം ആ കുളത്തിനടുത്ത് എത്തിയപ്പോൾ മുച്ചിലോട്ട് ഭഗവതിക്ക് 4 ആളെ കണ്ടാലും 4 ആളുടെ വെള്ളം കണ്ടാലും ആന മതിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് 4 ആള് കണ്ടാലും 4 ആളുടെ വെള്ളം കണ്ടാലും വലിയ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെയ്യം കെട്ടിയ ആള് ഈ കുളത്തിലേക്ക് ഇറങ്ങുകയും കുളത്തിലോട്ട് ഇറങ്ങി തന്റെ ശങ്ക നിവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു കഥ. അങ്ങനെ അതിന്റെ അടുത്ത വർഷവും ഇത് ഒരു കഥയാണ് കേട്ടത്. അതിന്റെ അടുത്ത വർഷവും ഈ മുച്ചിലോട്ട് ഭഗവതിയായിട്ട് തെയ്യ വേഷം കെട്ടിയത് ഇതേ ആൾ തന്നെയാണ്. അയാൾ ഈ കുളത്തിനടുത്തെത്തിയപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാൾ അത് ചെയ്തു. പക്ഷെ ഈ വർഷം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അന്ന് ചെയ്തതിന് അത് കള്ളമായി പോകും എന്നുള്ളത് കൊണ്ട് അയാൾ ഈ വർഷവും എന്ത് ചെയ്യുന്നു, ആ കുളത്തിലേക്ക് ചാടാനായിട്ട് ഒരുങ്ങിയാണ്. അങ്ങനെ ഒരുങ്ങുന്ന സമയത്ത്
അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിനെ ഈ വേഷം കെട്ടിച്ച ആള് വരികയും അദ്ദേഹം തുറഞ്ഞു തുള്ളി കുളത്തിലേക്ക് ചാടാനായിട്ട് പുറപ്പെട്ട സമയത്ത് അദ്ദേഹം പറയുകയാണ്, ചെവിയിൽ ബലമായി പിടിച്ചിട്ട് പറഞ്ഞു, ബടുവ, കഴിഞ്ഞ തവണ എന്റെ ഉടുത്തുകെട്ട് നീ നാട്ടി നശിപ്പിച്ചു, ഈ പ്രാവശ്യവും അതിന് തന്നെയാണോ പുറപ്പാട് എന്ന് ചോദിച്ചു എന്ന്. അതായത് അയാളാണ് ഈ വേഷം കെട്ടിയത്, ആ വേഷം കെട്ടിച്ചത് അയാളുടെ വസ്ത്രങ്ങൾ എടുത്തിട്ടാണ്, വാടകയ്ക്ക് എടുത്തിട്ടായിരിക്കണം തെയ്യ വേഷം കെട്ടിയത്. അപ്പം അയാൾക്ക് മാത്രമാണ് ഇദ്ദേഹം ഇത്തരം ഒരു കാര്യത്തിനാണ് കുളത്തിൽ ഇറങ്ങിയത് എന്ന് മനസ്സിലായത്. അതുകൊണ്ട് അയാൾക്ക് ആ കാര്യം അയാൾക്ക് അറിയാമായിരുന്നു കൊണ്ടാണ് അയാൾ ഈ വർഷവും എന്റെ വസ്ത്രം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയെന്ന് ചെവിയിൽ പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് അത് തടയാതെ നിവൃത്തിയില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇത് അനുഷ്ഠാനത്തെ കുറിച്ചൊരു മെറ്റോ ഫോക്ലോർ ആണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തെയ്യം എന്ന് പറയുന്ന ഒരു ഫോക്ലോർ ആണ്. ആ ഫോക്ലോറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പിൽക്കാലത്തുണ്ടായിട്ടുള്ള അതിനെ വിമർശനാത്മകമായിട്ടോ അല്ലെങ്കിൽ അതിനെ നിരൂപണാത്മകമായിട്ടോ ചിന്തിച്ചിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഒന്നാണ് മെറ്റാ ഫോക്ലോർ. ഒരു പക്ഷെ അത് അതിന്റെ നിരർത്ഥകതയെ പറയാം. ഈ തെയ്യവേഷം കെട്ടുന്ന ആളുടെ കാട്ടിക്കൂട്ടലുകളോ അനുഷ്ഠാനത്തിനപ്പുറത്തോട്ട് അത് എന്തെങ്കിലും ചില അനുഷ്ഠാനങ്ങൾ അതിനകത്ത് കൂട്ടിക്കെട്ടുന്നതിനെ കുറിച്ചോ ഒക്കെ ആവാം അത്തരം ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു നോട്ടം. അതാവാനുള്ള ഒരു അപ്പൊ അങ്ങനെ രൂപം കൊണ്ട ഈ ഒരു കഥ, ആ ഒരു തെയ്യം എന്ന് പറയുന്ന ഫോക്ലോറിനെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ടുള്ള മറ്റൊരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പൊ ഒരു കോൾ വരുന്നു. അല്ലേ, കട്ടൊന്നും ആയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഫോക്ലോർ ആണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. ഇപ്പൊ അത് ഉദാഹരണം പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പിട്ടാ മതി. അപ്പം ഫോക്ലോർ എന്ന് പറയുന്ന ഒരു മിത്ത്. അപ്പം നമ്മുടെ തെയ്യം എന്ന് പറയുന്ന ആ ഒരു മിത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പിൽക്കാലത്തുണ്ടായ അതിനെ ഫലിതപ്രസ്ഥാനമായിട്ടുണ്ടായിട്ടുള്ള ഒന്നാണ്. ഇതുപോലുള്ള ധാരാളം, ഇതൊരു ഉദാഹരണം മാത്രമാണ്, ധാരാളം മിത്തുകൾ ഇതിന്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ, പ്രാദേശികമായി ഈ ഒരു കഥയ്ക്ക് വ്യത്യാസം വരാം. ഈ ഇപ്പം കുളത്തിൽ ചാടിയ ഈ ഇതേ തെയ്യം ഒരു കാലത്ത് വേറൊരിടത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒന്ന്, ഇതുപോലെ തെയ്യവേഷം കെട്ടിയ ആൾ ഒരു തെങ്ങിൽ ഓടിച്ചെന്ന് കയറുന്നു, അടുത്ത വർഷവും ആ തെങ്ങിൽ കയറുന്നു. അങ്ങനെ ഇത് നിരന്തരം ഇതൊരു ആചാരമായിട്ട് പിൽക്കാലത്ത് മാറുകയാണ് ചെയ്യുന്നത്. ഒരു തെയ്യം കെട്ടിയ ഒരാള് ഒരു തെങ്ങിൽ ഓടിപ്പോയി കയറുവാണ്. അപ്പൊ ഈ നമുക്കറിയില്ല, തെയ്യം കെട്ടിയ ആള് പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യും. അവിടെ ആളുകളെ ഓടി നടക്കുക, അവരെ പേര് ആതുരഭാവമാണെങ്കിൽ പേടിപ്പിക്കുക, അവർ പോകുന്ന വഴിയോ ഓടുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തില് തെങ്ങില് കയറുന്ന, ഇപ്പൊ നമ്മൾ കുളത്തിൽ ചാടി എന്ന് പറയുന്ന പോലെ തന്നെ തെങ്ങിൽ ഒരു തെയ്യം പോയി കയറുകയാണ്. അടുത്ത വർഷം ആയപ്പം വീണ്ടും എന്ത് ചെയ്യാണ്, വീണ്ടും അടുത്ത ആ ആള് തന്നെയാണെങ്കിൽ ആ ആള് വീണ്ടും തെങ്ങി കയറുന്നു. പിന്നീട് 1-2 പ്രാവശ്യം തെങ്ങി കയറുമ്പം ആ തെങ്ങ് ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് അത് മാറുകയും എല്ലാ തെയ്യം കെട്ടുന്ന ആളുകളും അവിടെ എത്തുമ്പോൾ കുളത്തിൽ ചാടുകയോ തെങ്ങി കയറുകയോ ചെയ്യുന്ന മാതിരിയുള്ള ഒരു ആചാരമായിട്ട് പിൽക്കാലത്ത് ഒരു ഫോക്കായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് പറയുന്നത്. അപ്പൊ ഒരു പക്ഷെ അതിനെ വിമർശിക്കാനുള്ള ഒന്നാവാം, അതിനൊരു ഫലിതപ്രധാനമായിട്ട് രൂപം കൊള്ളുന്നതാവാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഇങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പം നമുക്ക് പ്രധാനമായിട്ട് ഫോക്ലോറിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഈ മെറ്റാ ഫോക്ലോറിനെ കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമാണ് ഫോക്ലോർ പഠനം അതിന്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്ന് പറയുന്നത്. ഫോക്ലോറിനെ സംബന്ധിച്ചും ധാരാളം ഫോക്ലോറുകൾ ഉണ്ടാവുന്നുണ്ട്. ഉണ്ടാക്കിയെടുത്ത ഒരു മിത്തിനെ സംബന്ധിച്ച് വീണ്ടും ധാരാളം കഥകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നതാണ് ഫോക്ലോറിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇതാണ് മെറ്റാ ഫോക്ലോറിനെ സംബന്ധിച്ചിട്ടുള്ളത് ഒന്ന്. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ പഴഞ്ചൊല്ലിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതൊരു നേരത്തെ പറഞ്ഞ പഴഞ്ചൊല്ലിനെ സംബന്ധിച്ച ചൊല്ല് എന്ന് പറയുന്ന പോലെ ധാരാളം പഴഞ്ചൊല്ലിനെ സംബന്ധിച്ചും പിന്നീട് നമുക്ക് പുതിയ പഴഞ്ചൊല്ലുകൾ ഉണ്ടാകുന്നുണ്ട്. പഴയ പഴഞ്ചൊല്ലിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പഴഞ്ചൊല്ല്, നിങ്ങൾക്ക് ഏതെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പുതിയ കാലത്തെ ഏതെങ്കിലും പഴഞ്ചൊല്ലുകൾ, പഴയ പഴഞ്ചൊല്ലിനെ വെച്ചുകൊണ്ട് നമുക്ക് പറയാം പുതിയ കാലത്തെ എന്താ പറയുന്നത്, പുതിയ ജീവിത ശൈലിയോടും പുതിയ തരത്തിലുള്ള ഒരു ആധുനിക ജീവിത പരിസരത്തിൽ നിന്നുകൊണ്ട്
പഴയ പഴഞ്ചൊല്ലിനെ നമ്മൾ ഒന്നോ രണ്ടോ വേർഡുകൾ മാറ്റി വെച്ചിട്ടൊക്കെ പുതിയ പഴഞ്ചൊല്ലുകൾ ഉണ്ടോ? എന്തെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയിടാം. അങ്ങനെയുള്ള പുതിയ പഴഞ്ചൊല്ലുകളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം പാലം കുലുങ്ങിയാലും കിളം കുലുങ്ങൂല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പഴഞ്ചൊല്ലുകൾ പ്രകാരം ധാരാളം പഴഞ്ചൊല്ലുകൾ നമ്മളുടെ ഭാഷയിലും സംസ്കാരത്തിലുമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള അപ്പം പുതിയ ഫോക്ലോറുകളും പുതിയ പഴഞ്ചൊല്ലുകളും ഉണ്ടാകുന്നുണ്ട്. അതും എന്തുകൊണ്ടാണ് ഈ പറയുന്ന അതിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാക്കുന്ന പുതിയ ഒന്ന്, അതിനെ നമ്മൾ മെറ്റാ ഫോക്ലോർ എന്നുള്ള രീതിയിൽ നമ്മൾ പരിഗണിക്കാറുണ്ട്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മറ്റൊന്നാണ് ഇക്കോ ഫോക്ലോർ എന്ന് പറയുന്ന മറ്റൊരു പഠന മേഖലയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഇക്കോ ഫോക്ലോർ എന്ന് പറയുന്നത്? ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇതിലൂടെ പറഞ്ഞോട്ടെ. ഈ മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്ന ഒന്ന് ഫോക്ലോറിനെ തന്നെ സ്വയം പ്രതിഫലനം ചെയ്യുന്ന ഒന്നാണ്. എന്താണ് ഫോക്ലോർ എന്ന് പറയുന്നതിനെ കുറച്ചുകൂടി വിശദീകരിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതായത് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സ്വയം പ്രതിഫലനത്തിന്റെ ഒരു ഭാഗമായിട്ട് ഈ മെറ്റാ ഫോക്ലോറുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത് പഴഞ്ചൊല്ലിനെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന, പഴഞ്ചൊല്ല് എന്താണ് എന്നുള്ളതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് ഈ പറഞ്ഞ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റാ ഫോക്ലോർ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആണെന്ന് നമുക്ക് പറയാം, സ്വയം പ്രതിഫലനമാണെന്ന് പറയാം. മറ്റൊന്ന് അതിനൊരു പഴഞ്ചൊല്ലിനെ വിശകലനം ചെയ്യുന്ന ഒരു അനലൈറ്റിക്കൽ സ്വഭാവം കാണിക്കുന്ന ഒന്നാണ് മെറ്റാ ഫോക്ലോർ എന്ന്. പഴഞ്ചൊല്ല് എന്താണ് എന്ന് വിശദീകരിച്ചു തരാൻ പറ്റുന്ന ഒന്ന് ഈ പറയുന്ന മെറ്റാ ഫോക്ലോർ കൊണ്ട് സാധിക്കുന്നു എന്ന്. എന്താണ് അതിന്റെ പ്രസക്തി, എങ്ങനെ അത് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു അനലൈസിസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. പിന്നീട് അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് ഇതിനെ മെറ്റാ ഫോക്ലോർ ചർച്ച ചെയ്യാം എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടും അതിനെ കുറച്ചുകൂടി ഞാൻ കുറച്ചുകൂടി അതിനെ വിശദീകരിക്കാം. അതിനെക്കുറിച്ച് പറയണം. ഒരാള് ഒരു നാടോടി കഥ പറയുകയാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഒരാൾ ഒരു നാടോടി കഥ പറയുകയാണ്. മെറ്റാ ഫോക്ലോറിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. ഒരാളൊരു നാടോടി കഥ പറയാൻ തുടങ്ങുമ്പോൾ അയാൾ പറയുകയാണ്, പണ്ട് മുത്തശ്ശി എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ഈ കഥ എന്ന് പറയുമ്പോൾ, മുത്തശ്ശി പണ്ട് പറഞ്ഞു തന്ന ഒരു കഥയെ അത് ചിലപ്പോൾ യാഥാർത്ഥ്യമാവാം, അല്ലെങ്കിൽ അതൊരു സങ്കല്പികമാവാം എന്ന് പറയുന്നതിലൂടെ ആ മുത്തശ്ശി പറഞ്ഞ കഥ അയാൾ പറയുന്നതിന് മുന്നേ ആ മുത്തശ്ശിയുടെ കഥയെ അയാൾ സംശയാസ്പദമായി അതിനെ നോക്കിക്കാണുന്നു, അതിനെ വിമർശനാത്മകമായി നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ അതിനെ കുറച്ച് ഹാസ്യാത്മകമായി പരിഹാസ രൂപത്തിൽ അയാൾ അതിനെ നോക്കുന്നത്. ഒരു പക്ഷെ അതൊരു ഒരു കെട്ടുകഥ മാത്രമാവാം എന്നുള്ളൊരു ധ്വനിയൊക്കെ അയാളുടെ സംസാരത്തിൽ ഉണ്ടാവാം. അപ്പൊ ഇത്തരത്തില് ഒരു മുത്തശ്ശി കഥ, എന്റെ ഒരു മുത്തശ്ശി പറഞ്ഞു കേട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു കഥ തുടങ്ങുമ്പോൾ അതൊരു മെറ്റാ ഫോക്ലോർ ആണ്. അയാൾ ആ കഥയെ വിമർശാത്മകമായിട്ട് സമീപിക്കുന്നു, അല്ലെങ്കിൽ നിരീക്ഷണ പാഠവത്തോടു കൂടി അയാൾ അതിനെ നോക്കുന്നു എന്നുള്ളത് ഒരു മെറ്റാ ഫോക്ലോർ ആയിട്ട് രൂപം കൊള്ളുന്ന ഒന്നാണ്. അപ്പൊ ഇത് മെറ്റാ ഫോക്ലോറിന്റെ ഉദാഹരണമായിട്ടാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇനി മറ്റൊരു ഉദാഹരണം നമ്മൾ പറയുന്നത്, ഇതുപോലെയുള്ള ധാരാളം യക്ഷിക്കഥകള്, പ്രേത കഥകളൊക്കെ നമുക്ക് പരിചിതമുണ്ട്. ധാരാളം യക്ഷിക്കഥകൾ. ഇപ്പം യക്ഷിക്കഥകളെ ഒക്കെ തന്നെയും നിലവിൽ നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടെങ്കിൽ ആ കഥയെ ചുറ്റിപ്പറ്റി വീണ്ടും നമ്മൾ ധാരാളം കഥകൾ രൂപപ്പെടുത്തിയെടുക്കും, അല്ലെ? പുതിയ കാലത്തും അതിനെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും കഥകൾ രൂപപ്പെടുത്തിയെടുക്കും. അപ്പൊ അങ്ങനെ രൂപപ്പെടുത്തി എടുക്കുന്നതെല്ലാം ഈ പറയുന്ന ഒരു മെറ്റാ ഫോക്ലോറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ ഉദാഹരണം തിരുവനന്തപുരംകാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് സുമതി വളവ് എന്ന് പറയുന്ന ഒന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഈ കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും തോന്നുന്നു. സുമതി വളവ് എന്ന് പറയുന്ന ഒന്ന്. അവിടെ ഒരു സ്ത്രീയുടെ മരണവും അതുമായി ബന്ധപ്പെട്ട് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ പ്രദേശത്തും അതുപോലെയുള്ള എന്തെങ്കിലും ഇതുപോലെയുള്ള കഥകളോ, പ്രേത കഥകളോ, യക്ഷിക്കഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു വേടെങ്കിലും എഴുതിയിട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുമതി വളവ് എന്നൊക്കെ പറഞ്ഞ്? യൂട്യൂബിലൊക്കെ തപ്പിക്കഴിഞ്ഞ് കാണാം. കേട്ടിട്ടുണ്ട്. യൂട്യൂബിലുണ്ട്, കേട്ടിട്ടുണ്ട് വേണം. അപ്പൊ ഇതെന്ന് പറയുന്ന അവിടെ ഒരു സ്ത്രീ മരിച്ചതായിട്ടും കൊല്ലപ്പെട്ടതായിട്ടും അത് കഴിഞ്ഞ ശേഷം ആ സ്ത്രീയുടെ പ്രേതം അവിടെ വന്നിട്ട് പലരെയും പേടിപ്പിക്കുന്നതായിട്ടൊക്കെയാണ് ഉണ്ടാവുന്ന മിത്ത്. പുതിയ കാലത്തും ആളുകൾ അതിനെ സംബന്ധിച്ച് ധാരാളം കഥകൾ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കഥ ഉണ്ടാവുന്നു, അതിനുശേഷം പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് അയാൾ വിശദീകരിക്കുന്നു. പിന്നീട് നമ്മളിപ്പോ യൂട്യൂബിൽ നോക്കുക, യൂട്യൂബിൽ അതിനെ സംബന്ധിച്ചുള്ള പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കാണും. അതൊരു മെറ്റാ ഫോക്ലോറാ. അതിനെ സംബന്ധിച്ച് പിൽക്കാലത്ത് പല വ്യക്തികൾ അതിനെ വിമർശാത്മകമായിട്ടോ ഹാസ്യാത്മകമായിട്ടോ ഒക്കെ പുതിയ കഥകൾ രൂപം കൊള്ളുമ്പോൾ, അല്ലെങ്കിൽ പുതിയ കഥകൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അതൊരു മെറ്റാ ഫോക്ലോർ ആയിട്ടാണ് അത് വരുന്നത്.
പിന്നെ അതുപോലെ തന്നെയാണ് അമ്മമാർ കുട്ടികളെ പേടിപ്പിക്കാൻ കഥകൾ പറയുക എന്ന് പറയുന്നത് അല്ലെ. മാക്കാൻ പിടിച്ചോണ്ട് പോവും, ഭൂതം വരും എന്നൊക്കെ പറയുന്ന തരത്തില് കുട്ടികളെ പറയുന്നത് നമ്മൾ പിൽക്കാലത്ത് ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ രൂപങ്ങൾ പലപ്പോഴും നമ്മൾ മാറുന്നുണ്ട്. കണ്ടോ, അത് സുമതി വളവ് കഥ വെച്ച് ഷോർട്ട് ഫിലിം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറെ പേര് കോമഡി, അത് തന്നെ അതിനെ കോമഡി ആയിട്ട് എടുക്കുമ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, മെറ്റാ ഫോക്ലോർ പലപ്പോഴും ഹാസ്യാത്മകമായിട്ട് രൂപം കൊള്ളാറുണ്ട്, തമാശ രൂപത്തിൽ രൂപം കൊള്ളാറുണ്ട്. എന്തായാലും അത് നിലവിലിരുന്ന ഒരു ഫോക്കിനെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്ന ഒരു കഥയെ, ഒരു നാടോടി കഥയെ അടിസ്ഥാനമാക്കി അതിനെ വിമർശനാത്മകമായിട്ടോ അല്ലെങ്കിൽ പരിഹാസാത്മകമായിട്ടോ രൂപം കൊള്ളുന്ന ഒന്നാണ് മെറ്റാ ഫോക്ലോർ എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പം നമ്മൾ ഈ പറയുന്ന അമ്മമാര് ധാരാളം കഥകൾ കൊണ്ട് കുട്ടികളെ പേടിപ്പിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും പറയേണ്ടത്, പിൽക്കാലത്ത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കഥകൾക്ക് തന്നെ പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാവും, പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള പുതിയ കഥകൾ അതിൽ നിന്ന് രൂപം കൊള്ളും. ഇതെല്ലാം മെറ്റാ ഫോക്ലോറിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ഇക്കോ ഫോക്ലോറിനെ കുറിച്ച് പറയാം. ഇക്കോ എന്ന് പറയുന്ന വേർഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അതിന്റെ അർത്ഥം കിടക്കുന്നത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഫോക്ലോറുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതുമായി ഉള്ള ബന്ധം പഠിക്കുന്നതിന് ഒരു ശാഖയാണ് ഇക്കോ ഫോക്ലോർ എന്ന് പറയുന്നത്. അത് ഇക്കോ എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ്. ഇക്കോ സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഒരു പരിസ്ഥിതി സാഹിത്യം ഒക്കെ നമ്മൾ ഈ ഇക്കോ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു നമ്മളെ സംബന്ധിച്ചോളം ഈ ഫോക്ലോർ എന്ന് പറയുന്നത് പ്രകൃതിയുമായി വളരെയധികം അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ്. ഇപ്പൊ നാടോടി സാഹിത്യവും നാടോടി വിജ്ഞാന ശാഖയും ഒക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആദിമ ജനഭാവങ്ങളോ അല്ലെങ്കിൽ ഒരു സമൂഹം അതിന്റെ ആദിമ ജീവിതം, പരമ്പരാഗതമായിട്ടുള്ള അവന്റെ അറിവുകള്, അല്ലെങ്കിൽ ഏറ്റവും പാരമ്പര്യമായി അവന് കിട്ടിയ അറിവുകൾ, അതിനെയൊക്കെ നിന്നാണ് അതുണ്ടാകുന്നത്. അപ്പം എല്ലാ ജനവിഭാഗങ്ങളും അതിന്റെ ആദിമ ജനവിഭാഗം എന്ന് പറയുന്നത് കാടുമായിട്ടും പ്രകൃതിയുമായിട്ടും ഇണങ്ങി നിന്ന മനുഷ്യരാണ്. അവിടെ നിന്നാണ് പിൽക്കാലത്ത് നാഗരികമായിട്ടുള്ള ആധുനികമായ ഒരു ജീവിത പരിസരത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നത്. അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രകൃതിയുമായിട്ടുള്ള അവന്റെ ബന്ധത്തെ ഏറ്റവും നന്നായിട്ട് ഇളക്കി ചേർത്ത് വെക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അതിനെ ഏറ്റവും ചേർത്ത് നിർത്തുന്ന ഒന്നാണ് ഈ ഫോക്ലോർ പഠനം എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ അറിവുകള്, പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ധാരാളം കഥകള്, ഇവയൊക്കെ തന്നെ. അപ്പൊ ഇക്കോ ഫോക്ലോർ എന്ന് പറയുന്നത് ഇത്തരം പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാടോടി പഠന അറിവുകളെയാണ് നമ്മൾ ഇക്കോ ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് തന്നെ പല സംസ്കാരങ്ങളുടെയും നാടോടി കഥകളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൃഗങ്ങള്, കാട്, പ്രകൃതി എന്നൊക്കെ പറയുന്നത്. നമുക്കും അറിയാലോ, നമ്മള് പുലിമറിഞ്ഞ തൊണ്ടച്ചൻ പോലെയുള്ള കഥകൾ, മിത്തുകൾ, അത് കാട്ടിൽ പുലിയെ പിടിക്കാൻ പോയത്, അല്ലെങ്കിൽ പുലിയെ തന്റെ വരുതിയിലാക്കി ഒരു സമൂഹത്തെ രക്ഷിച്ച ഒരു വീരന്റെ കഥയാണ് പറയുന്നത്. അപ്പൊ ഇപ്രകാരം പ്രകൃതിയെ സംബന്ധിച്ച, മൃഗങ്ങളെ സംബന്ധിച്ച ധാരാളം അറിവുകള്, കഥകള്, മിത്തുകളൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം മൃഗങ്ങളിലൊക്കെ മാത്രം ഉൾക്കൊള്ളുന്ന കഥകള്, അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട മരങ്ങള്, ഇതെല്ലാം ചേർന്നാണ് പ്രകൃതി. മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പം പ്രകൃതിയിലെ ജീവജാലങ്ങളെ സംബന്ധിച്ച്, മൃഗങ്ങളെ സംബന്ധിച്ച് രൂപം കൊള്ളുന്ന അറിവുകളെ പഠിക്കുന്ന ഒരു ശാഖയാണ് ഇക്കോ ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അറിയാം, പണ്ട് കാലത്ത് നമ്മളുടെ മനുഷ്യനുമായി ബന്ധപ്പെട്ട, മനുഷ്യന്റെ ജീവിതത്തിന് ഉതകുന്ന നന്മ തിന്മകളെ കുറിച്ച്, അവന്റെ സന്മാർഗമായ ജീവിതത്തെക്കുറിച്ച്, അവന്റെ അതിജീവനത്തിന്റെ അറിവുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മൃഗകഥകളിലൂടെ രൂപം കൊണ്ടിരുന്നു. ധാരാളം മൃഗകഥകളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പഞ്ചതന്ത്രം കഥകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിനകത്ത് കുറുക്കന്റെ കഥ, ആട്ടിൻകുട്ടിയുടെ കഥ, കൊറ്റിയുടെ കഥ, മത്സ്യങ്ങളുടെ കഥ, ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ കഥകൾ പറഞ്ഞുകൊണ്ടാണ് മൃഗങ്ങൾ സംസാരിക്കുന്നതായിട്ടും മൃഗങ്ങൾ മനുഷ്യനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാതിരിയുള്ള ധാരാളം കഥകൾ നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പം അത്തരം കഥകൾ ഉണ്ടാക്കി വെച്ചിരുന്നത് അന്ന് ഈ അറിവുകളെ മൃഗങ്ങളുടെ കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അത് വളരെ രസകരമായി. മനുഷ്യന്റെ തന്നെ കഥകളെ കുറിച്ച് പറഞ്ഞാൽ നമുക്കത് കേൾക്കാനുള്ള താല്പര്യക്കുറവുണ്ടാവും. അതുകൊണ്ടാണ് മൃഗങ്ങൾ നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള കഥകൾ പറഞ്ഞുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്, പറഞ്ഞുകൊണ്ട് മനുഷ്യന് ഉതകുന്ന, മനുഷ്യന്റെ ജീവിതത്തിന് സുസ്ഥിരമായ അല്ലെങ്കിൽ സന്തോഷകരമായ, മനുഷ്യന്റെ ജീവിതത്തിന് ഉപകാരപ്രദമായ ഒത്തിരി അറിവുകളെ സംഭരിച്ചു വയ്ക്കുന്നു.
ഇപ്പം നമുക്ക് പുതിയ കാലത്തും ഇത്തരം മൃഗങ്ങളെ കഥാപാത്രമാക്കിക്കൊണ്ട് മനുഷ്യന്റെ ജീവിത കഥകളെ പറയുന്നുണ്ട്. പട്ടിയൊക്കെ പലപ്പോഴും നമുക്ക് കഥാപാത്രങ്ങളായിട്ട് വരുന്ന സിനിമകളോ കഥകളോ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചതന്ത്രം കഥകളൊക്കെ ഇത്തരം മൃഗ കഥകളാണ് കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധം, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇത്തരം ഇക്കോ ഫോക്ലോർ വഴി നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും മനുഷ്യരും മൃഗങ്ങളും ഒക്കെ വളരെ എന്താ പറയുന്നത്, മനുഷ്യന്റെ ശത്രുക്കളല്ലാതെ അവയെല്ലാം ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കുറെ അറിവുകൾ നമുക്കുണ്ട്. നമുക്കറിയാം നമ്മളുടെ ഒരു ഏറ്റവും പുതിയ കാലത്ത് നമ്മൾ ഈ പറയുന്ന പരിസ്ഥിതിയുടെ എല്ലാം നാശത്തിന്റെ ഒരു വക്കിലാണ് നിൽക്കുന്നത്. അത്തരമൊരു നാശത്തിന്റെ വക്കിലാണ് പരിസ്ഥിതി പഠനം പൂർവാധികം. പരിസ്ഥിതിയെക്കുറിച്ചുള്ള, ഭൂമിയെ ഉർവരതാ സങ്കല്പമായി കണ്ടുകൊണ്ട് ഭൂമിയെ അമ്മയായി കരുതുന്ന ധാരാളം സങ്കല്പങ്ങൾ, നമ്മളുടെ വിശ്വാസങ്ങൾ നമ്മൾക്കുണ്ട്. എന്നിരുന്നാലും ഭൂമിയെ മനുഷ്യനാണ് എല്ലാത്തിന്റെ അധികാരം എന്നും അവയെ മനുഷ്യന് അവന്റെ സുഖസൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് പ്രകൃതിയും പ്രകൃതിയിലെ ജീവജാലങ്ങളും എന്ന് പറയുന്ന ഒരു ചിന്ത മനുഷ്യനിൽ അതിക്രമിക്കുകയും അങ്ങനെ മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ച് കളയുകയും ചെയ്യുകയുണ്ടായത്. ഇത്തരം പ്രകൃതിയുടെ ഒരു നാശം ഉണ്ടാകുന്നതോടുകൂടി ആണ് മനുഷ്യന്റെ നിലനിൽപ്പിന് അത് വിനാശമാണെന്ന് തിരിച്ചറിയുകയും അതിനെ വീണ്ടെടുക്കാനുള്ള ശ്രമം എന്നുള്ള രീതിയിൽ പരിസ്ഥിതി പഠനങ്ങൾ ഉണ്ടാവുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ പരിസ്ഥിതി ഇക്കോ ഫോക്ലോർ വഴി എങ്ങനെയാണ് പ്രകൃതിയും മനുഷ്യനും അതിലെ ജീവജാലങ്ങളും ഏറ്റവും സഹവർത്തിത്വത്തോടു കൂടി ജീവിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം മനുഷ്യന് ഉപകാരികളായി ജീവിച്ചിട്ടുള്ള ജന്തുജാലങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും അവയെ സംബന്ധിച്ചുള്ള നമ്മളുടെ അറിവ് ഉണ്ടായിട്ടുള്ള നാടോടി കഥകളിലൂടെയും നാടോടി പാട്ടുകളിലെയും അങ്ങനെ ഒരു ജീവിതത്തിനെ കുറിച്ച്, ഒരു ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന്റെ സഹവർത്തിത്വത്തിന്റെ ഒരു ജീവിതത്തെ നമ്മളിലേക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇക്കോ ഫോക്ലോർ പ്രധാനമായും പഠിക്കുന്നതിലൂടെ ചെയ്യുന്നത്. ഇപ്പം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കാലത്ത് ഒത്തിരി മൃഗങ്ങള്, അതുപോലെ തന്നെ സസ്യജാലങ്ങളെല്ലാം തന്നെ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. അവയൊക്കെ നിലനിർത്തുവാനും മനുഷ്യന്റെ നിലനിൽപ്പിന് ഇവയൊക്കെ ആവശ്യമാണ് എന്ന് നമ്മളിൽ ബോധമുണ്ടാക്കുവാനും ഇത്തരം ഒരു ഇക്കോ ഫോക്ലോർ വഴി നമുക്ക് സാധിക്കുമെന്ന് പറയുന്നു. അപ്പം യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഇത്തരം മൃഗങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ അതിനോട് എതിരിടുന്നത്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഇത്തരം മൃഗങ്ങളെയെല്ലാം നമ്മൾ ശത്രുക്കളായി കാണുകയും ഇപ്പം കൊതുകിനെ സംരക്ഷിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു കാലത്ത് ധാരാളം തവളകൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഈ കൊതുകുകളെ കൊന്നു തിന്നുകയും അത് കൃത്യമായൊരു സന്തുലന വ്യവസ്ഥയിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ തവളകൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വയലുകൾ ഇല്ലാതാവുന്നു, തവളകൾ ഇല്ലാതാവുന്നു. അവ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ തവളകൾ വഴി ചെയ്യുന്ന വലിയൊരു കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. എലികൾ ധാരാളം പാമ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ എലികൾ പെറ്റുപെരുകയില്ല, അവയെ കൊന്നു തിന്നുന്നുണ്ട്. അങ്ങനെ ഇതിന് വംശനാശ ഭീഷണി പലതരത്തിൽ ഇവയൊക്കെ നേരിടുകയും മനുഷ്യന്റെ സുസ്ഥിരമായ ഒരു നിലനിൽപ്പിന് ഭീഷണിയാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം അറിവുകളെ സംഭരിച്ചു വെക്കുന്നതിലൂടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ ഇക്കോ ഫോക്ലോറുകൾ അടിവരയിടുന്നു എന്നുള്ളതാണ്. അപ്പം നാടോടി കഥകളിലും പാട്ടുകളിലൊക്കെ ഇപ്രകാരത്തിലുള്ള ഇക്കോ ഫോക്ലോറിന്റെ പ്രധാന ഘടകങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നാടൻ പാട്ടുകളില്, കഥകളില് ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പഴഞ്ചൊല്ലുകളിലുണ്ട്. പിന്നെ അത്ര അറിവുകൾ നമുക്ക് തവള കരഞ്ഞാൽ മഴ പെയ്യും എന്ന് പറയുന്ന ഒരു പ്രാഥമികമായ അറിവ്, അപ്പൊ മഴയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ മഴ വരാൻ പോയി എന്ന് പറയുന്ന ഒരു അറിവ് തവളയുടെ കരച്ചിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു നാട്ടറിവാണ്. അതുപോലെ തന്നെ മരം ഒക്കെ നമ്മൾ ആരാധനാമൂർത്തിയായിട്ടിരിക്കുന്നത്. ഇപ്പം ആല് എന്ന് പറയുന്നത് ദൈവികമായ ഒരു പരിവേഷത്തോട് കാണുന്ന ഒരു മരമാണ് ആല്. അതവിടെ നിന്ന് കഴിഞ്ഞാൽ അതൊരു ഗ്രാമത്തിന്റെ തന്നെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ പല മരങ്ങൾ പണ്ട് കാലത്ത്, ഈ സംഘകാലത്തൊക്കെ കാവൽ മരങ്ങളുണ്ട്. രാജാവിനെ സംരക്ഷിക്കുന്ന ഒരു മരമായിട്ട് കാവൽ മരങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ചും ഒരു മരം ഒരു ഗ്രാമത്തെ മുഴുവനും ഇണക്കിച്ചേർക്കുന്ന, ഗ്രാമത്തെ നിലനിർത്തുന്ന ഒന്നായിട്ട് ചില മരങ്ങൾ നമ്മറുണ്ട്. പ്രത്യേകിച്ച് ആല് പോലെയുള്ള മരങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തെ മുഴുവനും മനുഷ്യർ ഇരിക്കുന്ന, മനുഷ്യരെ ഒരുമിച്ച് കൂടുന്ന, അല്ലെങ്കിലും ധാരാളം പക്ഷികൾ വന്ന് ചേക്കേറുന്ന അങ്ങനെ ഒരു സഹവർത്തിത്വത്തിന്റെ ഒരു ഭാഗമായിട്ട് മരങ്ങൾ മാറുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ദൈവികമായ പരിവേഷത്തോടെ നമ്മൾ മരങ്ങളെ നോക്കി കാണാറുണ്ട്.
കുളങ്ങൾ, അതിന് ഒരു ഒരു കുളം, ആ ഒരു ഒരു എന്താ പറയുന്ന ആ ഒരു സമൂഹത്തിന്റെ, ആ ജനസമൂഹത്തിന്റെ ഒരു വെള്ളം എടുക്കുന്ന ഒരിടമാവാം. അത് ഒരു അത്യന്താപേക്ഷിതമായ ഒരു ഭാഗമായിട്ട് ആ കുളം ആ സമൂഹത്തിന്റെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെ അതിനെ സംബന്ധിച്ച് ധാരാളം മിത്തുകൾ അതിപ്പോൾ ഉണ്ടാകും. അതായത് ഈ കുളം എന്ന് പറയുന്ന ഒരു ഒരു മരം, ആ മരത്തിനെ വെട്ടിമാറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒന്ന് ആ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് ആ മരം എന്ന് പറയുന്ന രീതിയിൽ അതിനെ അനുഷ്ഠിക്കുകയോ ആചാരമോ വിശ്വാസപരമായി അതിനെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പാമ്പിനെ കൊല്ലരുത്, ഇത്തരം ധാരാളം കഥകൾ, ഫോക്ലോറുകളിലോ അറിവുകൾ ഉണ്ടാകുന്നുണ്ട്. പാമ്പിനെ കൊല്ലരുതെന്ന് പറയും. പാമ്പിനെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ അതും മനുഷ്യനോടൊപ്പം ജീവജാലം മാത്രമാണ്. പക്ഷെ അത് നമ്മളെ കടിക്കും, നമ്മൾ മരണപ്പെടും എന്നുള്ള കാരണം കൊണ്ടാണ് പാമ്പുകൾ നമ്മുടെ ശത്രുപക്ഷത്ത് എത്തുന്നതും നമ്മൾ അവയെ കണ്ട് അപ്പോഴേ അടിച്ചു കൊല്ലുന്നതും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ എലികളെ കൊന്നു തിന്നുന്ന അല്ലെങ്കിൽ അതിന്റെ അത് വെട്ടിപ്പെരുകാതെ അതിനെ നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് പാമ്പ്. പാമ്പിനെ തിന്നുന്ന കീരി, ഇങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ, ഒരു ലൈഫ് സർക്കിള് നമ്മളെ പ്രപഞ്ചത്തില് ഉണ്ട്, പ്രകൃതിയിലുണ്ട്. അപ്പം അതിൽ എവിടെയെങ്കിലും താളം തെറ്റുമ്പോഴാണോ ചിലത് പെരുകുന്നത്, അത് മനുഷ്യന് വിനാശകരമായ ഒന്നിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് ഞാൻ പറഞ്ഞ ധാരാളം ഫോക്ലോറുകൾ ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പാമ്പിനെ കൊല്ലരുതെന്ന് പറയുന്ന ഒരു ഫോക്ലോർ ഉണ്ടാകുന്നത് പാമ്പ് എന്ന് പറയുന്ന ഒരു ജീവജാലത്തിന്റെ സംരക്ഷണത്തിന് ഭാഗമായിട്ടാണ്. പലപ്പോഴും പാമ്പ് നമ്മൾ അതിന് കൊടുക്കുന്ന ആ കൊല്ലരുത് എന്ന് പറയുന്നത് അത് ദൈവികമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളൊരു അർത്ഥത്തിലാണ്. പിന്നെ പാമ്പിനെ നോവിച്ചു വിടലെന്ന് പറയും. നമ്മൾ നോവിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു വന്ന് എന്ത് ചെയ്യും, അത് നമ്മളെ ഉപദ്രവിക്കും എന്നൊക്കെ പറയുന്ന കാരണങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനെ സംബന്ധിച്ച് ചില ഫോക്ലോറുകള്, ചില മിത്തുകൾ, ചില കഥകൾ ഉണ്ടാകും. അത് അതിന് ദ്രോഹിച്ച് വിട്ടപ്പോൾ തിരിച്ചു വന്ന് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന ചില കഥകൾ ഉണ്ടാവുകയും അതിങ്ങനെ കാലാകാലങ്ങളായി നമ്മൾ പ്രചാരത്തിൽ ഇരിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പത്തിരി കിളിയെ കൊല്ലരുത്, അതിനെ കൊന്നിട്ടുണ്ടെങ്കിൽ മഴ പെയ്യില്ല എന്ന് പറയും. അതിനെ കൊല്ലാതിരിക്കുവാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണത്. ഇങ്ങനെ ധാരാളം മൃഗങ്ങളുമായി ബന്ധപ്പെട്ട, സസ്യജാലങ്ങളുമായി ബന്ധപ്പെട്ട കഥകൾ ഉണ്ടാക്കുകയും ആ കഥകൾ ഇങ്ങനെ കാലങ്ങളായിട്ട് നമ്മൾ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിൽക്കാലത്ത് നമ്മൾ പലപ്പോഴും ഇപ്രകാരത്തിലുള്ള പ്രകൃതിയുമായി ഇണങ്ങുന്ന മനുഷ്യജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ധാരാളം കവിതകളും കഥയും സാഹിത്യ കൃതികളും ഒക്കെ ഉണ്ടാകും. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം പോലെയുള്ള MTയുടെ പല നോവലുകളും. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പുതിയ എഴുത്തുകാർ പോലും പ്രകൃതിയെ ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന, മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഭാഗമായി കാണുന്ന ധാരാളം കഥകളും നോവലുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇപ്രകാരത്തില് പ്രകൃതിയുമായി മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ ഇണക്കി ചേർത്ത് നിർത്തുന്നു, അവന്റെ അറിവുകൾ, അതിനെ നിലനിർത്തുന്നതിന് അവന് സൃഷ്ടിക്കുന്ന അവന്റെ അറിവുകള്, കഥകള്, അവയൊക്കെ പഠിക്കുവാനായിട്ട് നമ്മള് ഈ പറഞ്ഞ ഇക്കോ ഫോക്ലോർ എന്ന് പറയുന്ന പഠന മേഖല സഹായിക്കും എന്നുള്ളതാണ്. ഇതാണ് ഇക്കോ ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പം നാടോടി കഥകളും ഒക്കെ പാട്ടുകളിലും ഒക്കെ തന്നെയും ഇപ്രകാരം മരങ്ങളെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചും ഒക്കെയുള്ള ധാരാളം കഥകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്ന ഒന്നാണ്. അപ്പം എക്കോ ഫോക്ലോർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പി ഏതായാലും എനിക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ ഇക്കോ ഫോക്ലോർ എന്ന് പറയുന്ന വാക്കിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇക്കോ ഫോക്ലോർ എന്ന് പറയുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ട നാട്ടറിവുകളെയാണ് നമ്മൾ ഇക്കോ ഫോക്ലോർ എന്ന് പറയുന്നത്. മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രകൃതിയുടെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഫോക്ലോർ. അതും നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റാ ഫോക്ലോർ പോലെ പുതിയ കാലത്ത് പുതിയ തരം ഫോക്ലോറുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായെങ്കിൽ ഒരു തമ്പ് കൊടുക്കോ, ഇതിൽ അടുത്തയിലേക്ക് പോകാം നമുക്ക്. നമുക്ക് അവസാനം നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്ന ഒരു മേഖലയെ കുറിച്ച് നമുക്ക് പഠന മേഖല. കുറച്ചുകൂടി സാമാന്യമായി പുതിയ ഒരു പഠന മേഖലയാണ് ഫിലിമിക് ഫോക്ലോർ. നിങ്ങൾക്ക് ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്താണ് ഫിലിമിക് ഫോക്ലോർ. ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട ടി പത്മനാഭന്റെ മുരിഞ്ഞു മുറിക്കുന്നതിനെ കുറിച്ച് ആവലാതിപ്പെടുന്ന ചെറുകഥകള് എന്നൊക്കെ ഒരാൾ എഴുതിയിട്ട് ടി പത്മനാഭന്റെ അഞ്ചലി കുറിച്ച് ആവലാതിപ്പെടുന്ന ചെറുകഥയുണ്ട്. അത് പേര് മറന്നു. ഈ ടി പത്മനാഭന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മുരിങ്ങമരം ചായുമ്പോൾ എന്ന് പറയുന്ന ഒരു കൃതി പുസ്തകമൊക്കെ അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിന്റെ ജീവിതമായിട്ട് അദ്ദേഹത്തിന്റെ ബാല്യകാല ഓർമ്മകളായിട്ട് മുരിങ്ങമരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സത്യമാണ് പറഞ്ഞു, ഞാനും കഥയുടെ പേര് മറന്നുപോയി. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള അറിവുകളുണ്ട്,
പിന്നീട് അതൊരു കോമൺ ആയിട്ട് പിന്നീട് അത് മാറുന്നുണ്ട്. പലപ്പോഴും നമ്മൾ തെങ്ങിനെ സംബന്ധിച്ച് നമ്മൾ പറയും തെങ്ങ് ചതിക്കില്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത്, തെങ്ങ് ചതിക്കില്ല എന്ന് നമ്മൾ പറയും. കാരണം തെങ്ങെന്ന് പറയുന്ന ഒരു മരം മനുഷ്യന് ഒത്തിരി ഉപകാരമുള്ള ഒരു മരമാണ് തെങ്ങ്. അതിന്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗത്തിലെടുക്കപ്പെടുന്ന ഒരു കൽപ്പവൃക്ഷം എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്ന ഒരു മരമാണ് തെങ്ങ്. അപ്പൊ അത്തരത്തിൽ തെങ്ങ് ചതിക്കില്ല എന്ന് പറഞ്ഞാൽ തെങ്ങ് മനുഷ്യന് ഒരു കാലത്തും ചതിക്കില്ല. നമ്മൾ തെങ്ങിന്റെ മൂട്ടിപ്പെട്ട് എന്ന് പറയും, തെങ്ങ് ചതിക്കില്ല എന്ന് പറയും. അപ്പൊ അത് തെങ്ങിനെ സംബന്ധിച്ച് തെങ്ങും മനുഷ്യനും സംബന്ധിച്ചുള്ള ഒരു ബന്ധത്തിലെ എന്താ പറയുന്ന അതിന്റെ ഒരു ബന്ധത്തെ നിലനിർത്തുന്ന, അതിനെ ബന്ധത്തെ ദൃഢമാക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് തെങ്ങ് ചതിക്കില്ല എന്ന് പറയുന്ന ഒന്ന്. അതുപോലെ തന്നെ തെങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള പ്ലാവിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്താ പറയുന്നേ, അങ്ങനെ ഓരോ മറ്റൊന്നാണ് എന്താ, ഒരു മരം നട്ടാൽ ഒരു ആൺകുട്ടി, അത് ഞാൻ മറന്നുപോയി അവസാനം, അല്ല ആപത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ അല്ല ആപത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലെന്ന് പറയുന്നത് ഇത് സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല്. അത് നമുക്ക് ആവതുള്ള ഒരു കാലത്ത് നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് പിന്നൊരു കാലത്ത് അതിന്റെ ഒരു ഫലം കിട്ടും എന്ന് പറയുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒന്നാണ്. അപ്പൊ ഇത്തരത്തിൽ അങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ധാരാളം കഥകള് നമ്മൾ ഉണ്ടാകുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന ഇക്കോ ഫോക്ലോറിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ പല സാഹിത്യ കൃതികളിലും ഒക്കെ ഇത് നന്നായിട്ട് അത് ആവിഷ്കരിക്കുന്നുണ്ട്. മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധം ഇണങ്ങി ചേർക്കുന്ന ധാരാളം കഥകളും കവിതകളും നോവലിലും ഒക്കെ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത് പറയുന്ന ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്ന ഒരു പഠന മേഖലയെ കുറിച്ചാണ്. അതിനകത്ത് പറയുന്ന പോലെ സിനിമ ചലച്ചിത്രം എന്ന് പറയുന്ന ആ മേഖലയിൽ രൂപം കൊള്ളുന്ന ഫോക്ലോറിന്റെ കുറിച്ച് ഉണ്ടാകുന്ന കഥകളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്ന അതിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ജനസമൂഹത്തിന്റെ കൂട്ടായ്മയുടെ ഫലമായി രൂപം കൊള്ളുന്ന അറിവുകളെയാണ് നമ്മൾ ഫോക്ലോർ എന്ന് പറയുന്നത്. അത് സാമാന്യമായും പഴഞ്ചൊല്ലുകളിലും നാടോടി കഥകളിലും നാടൻപാട്ടുകളിലും ഒക്കെയാണ്, കടങ്കഥകളിലും ഒക്കെയാണ് നമ്മൾ ഇത് പറയുന്നത്. അതിനകത്ത് ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, പിന്നെ അനുഷ്ഠാനപരമായ രൂപങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയും എല്ലാം ഈ പറയുന്ന നാട്ടറിവുകളിലകത്ത് പെടും. അങ്ങനെയാണെങ്കിൽ പുതിയ കാലത്തുണ്ടാകുന്ന കലാരൂപങ്ങളിൽ എന്തുണ്ടാവാം? ഇത്തരം ആ കാലഘട്ടത്തിന്റെ പല അറിവുകളെയും സൂക്ഷിച്ചു വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫോക്ലോർ രൂപങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഫോക്ലോർ പരിണാമ വിധേയമാണ്. അത് കാലത്തിനനുസരിച്ച് മാറ്റം വരുന്നുകൊണ്ടിരിക്കും. പുതിയ ഫോക്ലോറുകൾ, പുതിയ അറിവുകൾ, നാട്ടറിവുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നത്. നമുക്കറിയാം, പുതിയ കാലത്ത് നമ്മൾ സാങ്കേതികമായിട്ട് വളരെയധികം മുന്നേറ്റത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് നവസാങ്കേതിക വിദ്യകൾ നമുക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകൾ നമ്മൾക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഫോക്ലോറിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇത്തരം ഉണ്ടാകുന്ന പുതിയ കാലത്തിന് അനുയോജ്യമായ പല അറിവുകളെയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ സിനിമയെ ഒരു ഫോക്ലോറായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നോക്കി കണ്ടുകൊണ്ട് പഠിക്കുന്ന ഒരു ശാഖയാണ് ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്നത്. അതായത് പുതിയ കാലത്തെ പുലിമറിഞ്ഞ തൊണ്ടച്ചനായ അട്ടുമുരളി എന്ന് വെച്ചാൽ പുലിജന്മം എന്ന് പറയുന്നത്, പുലിജന്മം എന്ന് പറയുന്ന ആ സിനിമ തെയ്യം എന്ന് പുലിമറിഞ്ഞ തൊണ്ടച്ചൻ എന്ന് പറയുന്ന ആ തെയ്യത്തിനെ ആധാരമാക്കി എടുത്തിട്ടുള്ളത് ഒരു സിനിമയാണ്. ആ സിനിമയിലൂടെ ഈ പറഞ്ഞ തെയ്യം എന്ന് പറയുന്ന ഒരു മിത്തിനെ ഒരു പുതിയ കാലത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയൊരു മാധ്യമത്തിലൂടെ വീണ്ടും അതിനൊരു പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു പുനഃസൃഷ്ടി എന്ന് പറയുന്നത് ഫോക്ലോറിന് സ്ഥിരം പുതിയതായിട്ടുള്ള പാഠഭേദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പുനഃസൃഷ്ടികൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ആ ഒരു തെയ്യത്തെ പുനഃസൃഷ്ടിക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് കളിയാട്ടം എന്ന് പറയുന്ന സിനിമ. ഇവയിലൊക്കെ തന്നെയും ഇത്തരം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് സിനിമകൾ എങ്ങനെയാണ് പുതിയ ഫോക്ലോറുകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പരമ്പരാഗതമായ നമ്മൾ അറിവുകളെ എങ്ങനെയാണ് അത് കൈമാറ്റം ചെയ്യുന്നത്, അതിനെ പുനഃസൃഷ്ടിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു പഠനശാഖയാണ് ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പം സിനിമ എന്ന് പറയുന്നത് പുതിയ കാലത്തെ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള, ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു കലാരൂപമാണ് സിനിമ. അങ്ങനെ ഒരു സിനിമയുടെ ഒരു ഫോക്ക് സമൂഹം, സിനിമ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമ ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം
അറിവുകളുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ മിത്തുകളുണ്ട്, പുതിയ കഥകളുണ്ട്. പിന്നീട് അത് എന്ത് ചെയ്യാണ്, അതൊരു മിത്തായിട്ടും കഥ, ചില സിനിമ ഉൽപ്പാദിപ്പിക്കുന്ന ചില കഥാപാത്രങ്ങൾ പിൽക്കാലത്ത് അതൊരു മിത്തായിട്ട്, ചില സിനിമ ഉൽപ്പാദിപ്പിക്കുന്ന വീര കഥാപാത്രങ്ങൾ പിന്നീട് അതൊരു മനുഷ്യ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്ന തരത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പരിഹാസകരമായിട്ടോ ഒക്കെ ആയി മാറുന്നതിലേക്ക് മാറുന്നുണ്ട്. വടക്കൻ പാട്ടുകളൊക്കെ സിനിമയാകുമ്പോൾ അന്ന് പഴയ കാലത്തുണ്ടായിരുന്ന പല സിനിമയിലെ പല ഫോക്ക് കഥകളിലെയും കഥാപാത്രങ്ങളെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പഠിക്കുന്ന ഒന്നാണ് ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പം ചിലപ്പോൾ അതിനെ പുതിയ രീതിയിൽ സൃഷ്ടിക്കാവാം, ചിലപ്പോൾ പുതിയതുണ്ടാവുകയാവാം. സിനിമയിലെ പുതിയ കഥാപാത്രങ്ങളുടെ, നായക കഥാപാത്രങ്ങളിലെ പുതിയ ഫോക്ലോറുകളെ സൃഷ്ടിക്കാം. ഇങ്ങനെ സൃഷ്ടിക്കുന്ന ഫോക്ക് രൂപങ്ങളെയാണ്, അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട നാടോടി അറിവുകളെ, ഒരു സമൂഹത്തിന്റെ അറിവുകളെ ഒക്കെ പഠിക്കുന്നതാണ് ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് വെച്ചാൽ സിനിമ പോലെയുള്ള മാധ്യമങ്ങൾക്ക് ഇത്തരം അറിവുകളെ ഉൽപ്പാദിപ്പിക്കുവാനും അറിവുകളെ നിലനിർത്താനും അറിവുകളെ പുനഃസൃഷ്ടിക്കുവാനും ഉള്ള കഴിവ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഒരു ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്ന ഒരു പഠനശാഖ ഉരുത്തിരിഞ്ഞു വന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് 1934 ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഫോക്ലോർ സിനിമ എന്ന് പറയുന്ന ഒരു സാങ്കേതിക സംജ്ഞയെ ഒരു ആദ്യമായിട്ട് മുന്നിലോട്ട് കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് 1934 പിന്നീട് അതായത് ഫോക്ലോറിനെ വിഷയം ആക്കുന്ന സിനിമകൾ എന്ന അർത്ഥത്തിലാണ് അത് കൊണ്ടുവരുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് വരുന്നത് 1977 ഷാരോൺ ആർ ഷെർമൻ എന്ന് പറയുന്ന ഒരാളാണ്. അത് അക്കാദമിക് പഠന മേഖലയിൽ ഈ ഫിലിമിക് ഫോക്ലോറിനെ ഒരു പഠന മേഖലയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതിനെ വിശകലനം ചെയ്യുകയോ അതിനെ നിരീക്ഷിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് ഷാരോൺ ആർ ഷെർമൻ എന്ന് പറയുന്ന ഒരു അക്കാദമിക് പണ്ഡിതനാണ്. പിന്നീട് ഫോക്ലോർ സിനിമ എന്ന പ്രയോഗത്തിന് തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിലൂടെയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് 1998 ആണ് ഡോക്യുമെന്റിങ് ഔൾ സെൽസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എത്തുമ്പോഴത്തേനും ഇതിന് കൃത്യമായും സൈദ്ധാന്തികമായിട്ടുള്ള ഒരു നിർവചനം, എന്താണ് ഫിലിമിക് ഫോക്ലോർ എന്നതിനെ സംബന്ധിച്ചൊരു സൈദ്ധാന്തികമായൊരു നിർവചനവും അതിനോടനുബന്ധിക്കപ്പെട്ടുള്ള വേർഡുകളും ഒക്കെ ഉണ്ടാകുന്നത് ഡോക്യുമെന്റിങ് ഔൾ സെൽസ് എന്ന് പറയുന്ന ഒരു കൃതിയിലാണ്. 1998 ആ കൃതി ഉണ്ടാവുന്നത്. പിന്നെ ഇന്ന് ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്ന ആ സാഹിത്യശാഖയ്ക്ക് സൈദ്ധാന്തികപരമായുള്ള ഒരു നിർവചനം കൊടുക്കുന്നതും അതിന്റെ പഠന മേഖലകളെ അത് വസ്തുനിഷ്ഠമായി കൃത്യതയോടുകൂടി അതിനെ വിലയിരുത്തുന്നതും 1998 ശേഷമാണെന്നുള്ളത്. പിന്നീട് ഇംഗ്ലണ്ടിലാണ് ഇത് ഉണ്ടാകുന്നതെങ്കിലും പിൽക്കാലത്ത് അമേരിക്കയിലൊക്കെ ഇത് വളരെ പ്രചാരത്തിൽ വരുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ടും ഫോക്ലോറിനെ അതിന്റെ ദൃശ്യ കലാരൂപമാണ് സിനിമ എന്ന് പറയാം. ആ ദൃശ്യപരതയിലും ശ്രവ്യപരതയിലും ആവിഷ്കരിക്കുന്ന ഒന്നായിട്ട് ഫോക്ലോറിനെ സിനിമയിൽ ആവിഷ്കരിക്കുന്ന ഒന്നായിട്ട് പിൻകാലത്ത് മാറുന്നുണ്ട്. പിന്നീട് മൈക്കിൾ ഓവൻ ജോൺസൺ എന്ന് പറയുന്ന ഒരു ആള് 1998 ഫോക്ലോറിസ്റ്റിക് സിനിമ എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ, അതായത് സിനിമയിലെ ഒരു ഭാഗമായിട്ട് മാറാതെ ഫോക്ലോറിസ്റ്റിക് സിനിമ, ഫോക്ലോറിന് പ്രാധാന്യം നൽകുന്ന, ഫോക്ലോറിന്റെ കടമകൾ നിർവഹിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഫോക്ലോറിസ്റ്റ് സിനിമ എന്ന് പറയുന്ന ഒരു പരികല്പന, ഒരു സങ്കല്പം അദ്ദേഹം സൃഷ്ടിക്കുന്നത്. 1998 മൈക്കിൾ ഓവൻ ജോൺസൺ എന്ന് പറയുന്ന ഒരാള് ഒരു ഫോക്ലോറിസ്റ്റ് സിനിമ എന്ന് പറയുന്ന ഒരു സങ്കല്പന കൊണ്ടുവരുന്നുണ്ട്. അതായത് ഫോക്ലോറിസ്റ്റിക് അഥവാ നാട്ടറിവ് പഠനം സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രീതിശാസ്ത്രം ഡെവലപ്പ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. എന്തായാലും ഇത്തരം സിനിമകളിലെല്ലാം തന്നെയും ഒരു കാലത്തെ ജീവിതത്തെ പറയുന്ന ഒരു സിനിമ ആവിഷ്കരിക്കുമ്പോൾ ആ കാലത്തെ നാട്ടറിവുകൾ, വസ്ത്രം, ഭക്ഷണം, അവന്റെ സാമൂഹ്യ ജീവിതം, ആചാരാനുഷ്ഠാനങ്ങൾ ഇവയൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ടാവും. അത്തരത്തില് ഈ അറിവുകളെ സംഭരിച്ചു വെക്കുന്ന ഒരിടമായിട്ടും ഈ സിനിമകൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എന്താണ് ഫോക്ലോർ? ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്ന ഒന്നിലേക്കാണ് പിൽക്കാലത്ത് ഇത് വരുന്നത്. അങ്ങനെയാണ് ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്നത്, ഫോക്ലോർ സിനിമ എന്നൊക്കെ പറയുന്നതിൽ നിന്നുകൊണ്ട് ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്ന ഒരു വാക്ക് പിൽക്കാലത്താണ് വരുന്നത്. അത് ജുവൈൽ സാങ് എന്ന് പറയുന്ന ഒരാളാണ് അത് കൊണ്ടുവരുന്നത്. സിനിമയിൽ മാത്രം നിലനിൽക്കുന്ന ഫോക്ലോറുകളെയാണ് അദ്ദേഹം ഉന്നം വെച്ചത്. അപ്പൊ
അപ്പൊ എന്തായാലും ഫിലിമിക് ഫോക്ലോർ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഫോക്ലോറുകളെയോ നിലവിലിരിക്കുന്ന ഫോക്ലോറുകളെ സിനിമയിൽ ആവിഷ്കരിക്കുന്നതിനെയോ നമുക്ക് എന്ത് പറയാം? ഫിലിമിക് ഫോക്ലോർ എന്ന് നമുക്ക് പറയാം എന്ന് പറയുന്നത്. എന്തായാലും അതൊരു കലാവസ്തുവാണ്, അതൊരു കലാകൗശലമായിട്ടൊക്കെ തന്നെയും അതിനെ നമുക്ക് പറയാവുന്നത്. അത് ജുവൈൻ സാങ്ങിന്റെ അഭിപ്രായത്തിൽ ഫോക്ലോറിക് സിനിമകൾ ഒരു പ്രദേശത്തെ ജനങ്ങളെയും ആ ജനങ്ങളുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തെയും അടയാളപ്പെടുത്തുന്നതാണ്. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ, അതൊരു സമൂഹത്തിന്റെ സിനിമ നിർമ്മിക്കുമ്പോൾ അവരുടെ അറിവുകൾ, അവരുടെ ഭക്ഷണം, അവരുടെ സാംസ്കാരിക ജീവിതം, അവരുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ തന്നെയും ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ ഫോക്ലോറിനെ നിലനിർത്തുന്ന ഒന്നായിട്ട്, അല്ലെങ്കിൽ ആ ഫോക്ലോറിനെ പരിണാമ വിധേയമാക്കിക്കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെ വിമർശനാത്മകമായി അതിനെ സമീപിക്കുന്നുണ്ടാവാം. എന്തായാലും ആ അറിവിനെ നിലനിർത്തുന്ന ഒന്നായിട്ട് ആ സിനിമ മാറുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഈ ഫോക്ലോർ അറിവുകളെ ഡോക്യുമെന്റ് ചെയ്യുന്ന ഒന്ന് എന്നുള്ള രീതിയിലാണ് ആ ചെയ്യുന്ന ദൗത്യത്തിന് അപ്പുറത്തോട്ട് അതിനെ നവീകരിക്കാനുള്ള ശ്രമം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫോക്ലോറിക് സിനിമ ചെയ്യുന്നുണ്ട് എന്നാണ്. പിന്നീട് ഇതിനെക്കുറിച്ച് സംബന്ധിക്കുന്ന മറ്റു ചില കഥകൾ ഉദാഹരണമായിട്ട് പറയാം. ചില മിത്തുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സിനിമകൾ ഉണ്ടാക്കുമ്പോൾ, ഇപ്പൊ യക്ഷിക്കഥ, പ്രേതകഥ, പിന്നെ വീരസാഹസിക കഥാപാത്രങ്ങളെ കുറിച്ചുള്ള കഥകളൊക്കെ ഉണ്ടാകുമ്പോൾ, പുരാവൃത്ത കഥ, മാന്ത്രികത തുടങ്ങിയ നാടോടി കഥകൾ, ഇവയെ സംബന്ധിച്ചൊക്കെ സിനിമ ഉണ്ടാക്കുമ്പോൾ അത് പുതിയ കാലത്തിനനുസരിച്ച് അനുയോജ്യമായ രീതിയിലായിരിക്കാം പലപ്പോഴും സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുകയും പിന്നീട് ആ കഥാപാത്രം ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമായിട്ട് മാറുകയും ജനങ്ങളുടെ ഇടയിൽ ജനപ്രിയനായ, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും സമ്മതമുള്ള ജനസമ്മതനായ ഒരു കഥാപാത്രമായിട്ട് അത് മാറുകയാണ്. ഇപ്പൊ സ്പൈഡർമാനെ പോലെയുള്ളത് ഒരു കഥയാണെങ്കിൽ പോലും സ്പൈഡർമാന് മനുഷ്യന്റെ ജീവിതത്തിന്, മനുഷ്യ സാമൂഹിക ജീവിതത്തിന് വേണ്ടി സഹായം നിൽക്കുന്ന ഒരു വീര കഥാപാത്രമായിട്ട് മാറുന്നതായിട്ട്, ഒരു ഫോക്ലോറായിട്ട്, ഒരു 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 എന്താ പറയുന്നത്, ഒരു ഐതിഹ്യമായിട്ട്, മിത്തായിട്ട് അത് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള ധാരാളം കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം പല കഥകൾ, യക്ഷി കഥകളെയും സംബന്ധിച്ചുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം അത്തരത്തില് ആ ഫോക്ലോറിനെ, അറിവിനെ വീണ്ടും നവീകരിക്കുകയോ പുനഃസൃഷ്ടിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് ഈ ഫിലിമിക് സിനിമകളിൽ, ഫിലിമിക് ഫോക്ലോറിൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി ലോകത്തിലെ പ്രധാനപ്പെട്ട 1-2 സിനിമകളെ കാണിച്ചുകൊണ്ടോ നമ്മൾ ഇതിനെ, ഈ ഫിലിമിക് ഫോക്ലോറിന് എന്താണെന്ന് കുറച്ചുകൂടി വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഒരു കഥ, ഒരു ആർതർ എന്ന് പറയുന്ന ഒരു പാവം പയ്യനെ ആധാരമാക്കിക്കൊണ്ട് ധാരാളം സിനിമ ഉണ്ടായതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ ആർതർ എന്ന് പറയുന്ന കഥാപാത്രത്തെ ആളുകളെല്ലാം പൊതുവെ മനസ്സിൽ കൊണ്ടു നടന്നൊരു ആദർശ കഥാപാത്രമാണ്. അപ്പൊ ആർതർ രാജാവും കാവൽ പോരാളികളും നടത്തിയ ധീരോദാത്തമായ നടപടിക്രമങ്ങളെ നാട്ടുകാർ വാനോളം പുകഴ്ത്തി. ഇങ്ങനെ അതിനെ ചുറ്റിപ്പറ്റി ധാരാളം ഫോക്ലോർ, നമ്മളിവിടെ വടക്കൻ പാട്ടിലെ കഥാപാത്രങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള കഥകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇപ്രകാരം ഒരു വീര കഥാപാത്രമായിട്ട് അത് മാറുകയും അതിനെ സംബന്ധിച്ച് ധാരാളം ഫോക്ലോറുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ആർദറിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള കുറെ സിനിമകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതൊന്ന് ജോൺ ബൂർമാനിന്റെ എസ്കാലിബർ എന്ന് പറയുന്ന സിനിമ, ആൻഡ്രോയിൻ ഫുക്കോയുടെ കിങ് ആർദർ, ജെറി സുക്കറിന്റെ ഫസ്റ്റ് നൈറ്റ്, വാൾട്ട് ഡിസ്നി പ്രൊഡക്ഷൻസിന്റെ ദ സോർഡ് ഇൻ ദ സ്റ്റോൺ എന്ന് പറയുന്ന കുറെ സിനിമകൾ ഈ ആർദർ എന്ന് പറയുന്ന ആ ഐതിഹ്യത്തിലെ, അല്ലെങ്കിൽ ആ കൽപ്പിത കഥയിലെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കഥ. അതുപോലെ മറ്റൊന്നാണ് റോബിൻ ഹുഡ് എന്ന് പറയുന്ന ഒരു കള്ളന്റെ കഥ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ റോബിൻ ഹുഡ് സിനിമകൾ അത് ധാരാളം ലിറ്റററി ഫോം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ടായിട്ടുണ്ട്, ധാരാളം കഥകൾ പിൽക്കാലത്ത് അതിനെ സംബന്ധിച്ച് ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മാടമ്പിയുടെ മകനായിട്ടും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട റോബിൻ ഹുഡ് പിന്നീട് ഒളിഞ്ഞു നിന്നുകൊണ്ട് പലപ്പോഴും പല എന്താ പറയുന്നത് ആക്രമണങ്ങളും ഒക്കെ നടത്തുന്നതായിട്ട് പറയുന്നു. പിന്നീട് റോബിൻ ഹുഡ് ചരിത്രത്തിലെ ഒരു വീരസാഹസിക കഥാപാത്രമായിട്ട് മാറുകയും ധാരാളം റോബിൻ ഹുഡ് സിനിമകൾ നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ ഒരു വീര കഥാപാത്രമായിട്ട് മാറുന്നു. എറോൾ ഫിന്നിന്റെ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻ ഹുഡ്, ജെയിംസ് കോൾമാന്റെ റോബിൻ ആൻഡ് ബിൻ ഹുഡ്, റോബിൻ ആൻഡ് മാരിയൻ, റിലി സ്കോട്ടിന്റെ റോബിൻ ഹുഡ്, കെവിൻ കോസ്നറെ റോബിൻ ഹുഡ് പ്രിൻസ് ഓഫ് തീവ്സ് തുടങ്ങിയ സിനിമകൾ ഈ റോബിൻ ഹുഡ് എന്ന് പറയുന്ന ആ ഒരു ആളെ, ഒരു വീരനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ളതാണ്. പിന്നീട് യൂറോപ്പിലെ ചില യക്ഷി കഥകളെ സംബന്ധിച്ചുകൊണ്ടുള്ള ഫെയറി ടേൽസിനെ സംബന്ധിച്ചുള്ള ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്.
ഡിസ്നി പ്രൊഡക്ഷൻസ് അത് പലരും സിനിമയാക്കിയിട്ടുണ്ട്. സിൻഡ്രല്ല എന്ന് പറയുന്ന ഒരു സിൻഡ്രല്ലയുടെ കഥ, അത് തന്നെ ഒത്തിരി ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഉദാഹരണം പറയുന്നുണ്ട്, ജോർജ് മെലീസ് സംവിധാനം ചെയ്ത സിൻഡ്രല്ല എന്ന സിനിമ. പിന്നീട് ടാൻഗിൾഡ്, റാപ്പുൻസെൽ കഥ ടാൻഗിൾഡ്, പിന്നെ സ്നോ വൈറ്റിന്റെ പ്രസിദ്ധമായ നാടോടിക്കഥയും അനേക സിനിമകൾക്ക് വിധേയമായിട്ടുണ്ടെന്ന് പറയുന്നു. ഉദാഹരണങ്ങൾ കുറെ പറയിട്ടുണ്ട്. സ്നോ വൈറ്റ് ആൻഡ് ദ സെവൻ ഡോർസ്, മിറർ മിറർ, സ്നോ വൈറ്റ് ആൻഡ് ദ ഹൺസ്മാൻ എന്നിവയൊക്കെ ഇത്തരത്തിൽ സിനിമയായിട്ടുള്ളതാണ്. പിന്നെ ഡിസ്നി നിർമ്മിച്ച ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്, റെഡ് റൈഡിൽ ഹുഡ് തുടങ്ങിയവയൊക്കെ ഇപ്രകാരം. ഇതെല്ലാം ഹോളിവുഡ് സിനിമകളെ കുറിച്ചാണ് ഇവിടെ കൂടുതലായിട്ട് പറയുന്നത്. മാസ്ക്, വൂൾഫിനെ കുറിച്ച് തന്നെ ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള പല വീരസാഹസിക കഥാപാത്രങ്ങളെയും ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള കഥാപാത്രങ്ങൾ, പല യക്ഷി കഥാപാത്രങ്ങളെയും വെച്ചിട്ടുള്ള കഥകള് ഇന്നത്തെ കുറെ പറയുന്നുണ്ട്. നിങ്ങളെ ടെസ്റ്റിനകത്ത് ബ്രേവ് ഹാർട്ട് പോലെയുള്ള സിനിമ, ജോൺ ഓഫ് ആർക്കിന്റെ കഥ, പിന്നീട് കൗബോയ് കഥകൾ, ഇവയൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള കഥകളാണെന്ന് പറയുന്നു. ഇനി മലയാളത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം കഥകൾ, നമ്മൾ വടക്കൻ വീരകഥയെ സംബന്ധിച്ചുള്ള വടക്കൻ പാട്ടുകളെ സംബന്ധിച്ചുള്ള കഥകള്, പിന്നീട് കളിയാട്ടം, നമ്മൾ നേരത്തെ പറഞ്ഞ തെയ്യത്തിനെയൊക്കെ സംബന്ധിച്ചുള്ള കളിയാട്ടം പോലെയുള്ള കഥകൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പുലിജന്മം എന്ന് പറയുന്ന കഥ. അതിനകത്ത് മറ്റു ചില വിഷയങ്ങളുണ്ടെങ്കിൽ പോലും ഈ തെയ്യം പ്രധാനമായിട്ടും അതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അതുപോലെയുള്ള നിങ്ങൾക്കും പരിചയമുള്ള കുറച്ച് സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയിടാം. പിന്നീട് യക്ഷിക്കഥകൾ വരുന്ന ധാരാളം, കല്യാങ്കാട്ട് നീലി പോലെയുള്ള ധാരാളം സിനിമകളൊക്കെ വരുന്നുണ്ട്. ചില കഥകളിൽ അതിൻ്റെ ഒരു ഉപകഥയായിട്ട് കഥാപാത്രങ്ങളായിട്ട് വരുന്നു. പിന്നീട് ഇനി ഇതിന് മറ്റൊരു കാര്യത്തിൽ ഇതിനുമായിട്ട് ചേർത്ത് വെച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിന് തന്നെ ഒരു ഫോക്ലോറായി തീരുന്നത് എത്രമാണെന്ന് പറയുന്നത്, എപ്രകാരമാണ് അതൊരു ഫോക്ലോർ ആകുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ വിവക്ഷകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പിന്നെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പം ഫോക്ലോർ എന്ന് പറയുന്നത് അതിനെ ഒരു ഫിലിമി ഫോക്ലോറിനെ ഫോക്ലോറിസ്റ്റിക് കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാൻ, അതിൽ പഴയതും പുതിയതുമായിട്ടുള്ള ഫോക്ലോർ ഉണ്ട്. അതായത് അതിനൊരു ഫിലിമി കാഴ്ചപ്പാടിൽ തന്നെ പുതിയ ഫോക്ലോർ ഉണ്ടാകുന്നുണ്ട്, പഴയ ഫോക്ലോർ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിനൊരു ചിഹ്ന വിജ്ഞാനമായിട്ട്, അതിനൊരു ചിഹ്നമായിട്ട്, ഒരു അടയാളമായിട്ട് കണ്ടുകൊണ്ട് നമുക്കൊരു സിനിമയുടെ ഫോക്ലോർ, ഒരു ഫിലിമി ഫോക്ലോറിനെ എടുത്തു വെച്ചുകൊണ്ട് ധാരാളം അറിവുകളെ ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ അകത്ത് ഓരോ അടയാളങ്ങളും ഓരോ കാരണങ്ങളെ, ഓരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ധാരാളം ചിഹ്നങ്ങളുടെ ഒരു വ്യവസ്ഥയായിട്ടൊക്കെ ഈ ഒരു സിനിമയെ എടുത്തു വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന. ഇപ്പൊ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ എടുക്കുന്ന ഒരു ഐതിഹ്യമുള്ള ഒരു സിനിമ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ധാരാളം അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം ചിഹ്നങ്ങളെ അതിനകത്ത് കണ്ടെത്താൻ സാധിക്കും. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം എന്നില്ല. നിങ്ങൾ തൽക്കാലം ഈ ഫിലിമിക് ഫോക്ലോർ എന്താണെന്നൊക്കെ മനസ്സിലാക്കി അതിനൊന്ന് രണ്ട് ഉദാഹരണങ്ങളെ പറഞ്ഞാൽ മതിയാവും. അപ്പൊ ഇനി മറ്റൊന്ന്, ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഒരു ഫോക്ക് ഗണത്തെ ജൈവപരമായോ ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഒരു എന്താ പറയുന്നത്, അതിനെ കുറച്ചുകൂടി അതിനെ വിമർശനാത്മകമായി മറ്റു ചില മേഖലകളെ കുറിച്ചുകൂടി സംബന്ധിച്ചുകൂടി കുറച്ചുകൂടി കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചിഹ്നപരമായിട്ട് അതിനെ അടയാളപ്പെടുത്തുമ്പോൾ നിലവിലുള്ള അർത്ഥത്തിന് അപ്പുറത്തോട്ട് മൂന്നാമതൊരു അർത്ഥം കൂടി അതിന് വരും എന്നുകൂടി പറയുന്നുണ്ട്. ഇനി നിങ്ങൾ മറ്റൊരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഒരു ഫോക്ക് ഗണത്തെ ജൈവപരമായോ പ്രയോഗപരമായോ പരിഗണിക്കാനാവില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഒരു ഫോക്ക് കൾച്ചർ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കുറവുണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ചൈനീസ് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജാപ്പനീസ് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആ ജനസമൂഹത്തിന് മുഴുവൻ ചൈനയിൽ വസിക്കുന്ന എല്ലാ ജനസമൂഹങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവർക്ക് പൊതുവായ ഒരു ആചാര അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ ഭാഷയോ ഭക്ഷണമോ സംസ്കാരവും ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾക്കും പൊതുവായും ഭാഷയും ഉണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ മുഴുവനും ആ ഭാഷ വെച്ച് അറിയുന്നത്. ചൈനീസ് ഭാഷ സംസാരിക്കുന്നവര് ചൈനക്കാരാണ്. ജാപ്പനീസ് ഭാഷ സംസാരിക്കുന്നവര് ജാപ്പനീസാണ്. പക്ഷേ ഇന്ത്യക്കാർക്ക്
നമ്മൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഷ വെച്ചിട്ടല്ല ഇന്ത്യക്കാരെ അറിയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചോളം വ്യത്യസ്തമായ ഭാഷ ഉള്ളവരാണ് ഇന്ത്യക്കാർ. നമുക്കിവിടെ ധാരാളം ഭാഷകളുണ്ട്. ഭാഷാടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ സ്റ്റേറ്റുകളായി നിർവചിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ തന്നെ ഓരോ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം നമ്മളെ ഇണക്കി നിർത്തുവാൻ വേണ്ടിയാണ് നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന ചില ആശയങ്ങളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയുന്നത് വെച്ചാൽ ഇന്ത്യക്കാർ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഫോക്ക് ഗണത്തെ ജൈവപരമായോ പ്രയോഗപരമായോ പരിഗണിക്കാനാവില്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ കാരണം ഇതാണ്: ഇന്ത്യക്ക് ഒരൊറ്റ ഭാഷയോ ഒറ്റ സംസ്കാരമോ ഒറ്റ വേഷവിധാനമോ ഒരു കൾച്ചറോ ഇല്ല, ഒറ്റ കൾച്ചറോ ഇല്ല. വ്യത്യസ്ത തരം സംസ്കാരങ്ങളുടെ, ഭാഷയുടെ, ജനങ്ങളുടെ ഒരു സമന്വയമാണ് ഇന്ത്യക്കാർ എന്ന് പറയുന്നത്. അതിനെ ഇന്ത്യൻ ഫോക്കിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനൊരു വിമർശനാത്മകമായി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഇന്ത്യക്ക് പൊതുവായ ഒരു ഫോക്ക്, പൊതുവായ ഒരു പാരമ്പര്യം, പൊതുവായ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യക്ക് പൊതുവായ, നമ്മൾ പൊതുവെ പറയാറുണ്ട് ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം, ഭാരതീയ പാരമ്പര്യം എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. പക്ഷെ ആ പൊതുവായി നമ്മൾ പറയുന്ന ഒന്ന് നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് അത് സൃഷ്ടിച്ചെടുക്കുന്നത് എന്ന് പറയുന്നത്? അവിടെയാണ് നമ്മളുടെ ഇന്ത്യക്കാർക്ക് പൊതുവായിട്ടുള്ള ഒന്ന്. അവിടെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് ദേശീയത എന്ന് പറയുന്ന വാക്കാണ്. നമ്മുടെ നാഷണലിസം എന്നൊക്കെ പറയുന്ന ദേശീയത എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇന്ത്യക്കാരെ മുഴുവനും ഒന്നിച്ചു നിർത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഒരൊറ്റ ജനത, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ വസിക്കുന്ന മുഴുവൻ ജനതയും ഒന്നിച്ചു നിർത്തുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. ഇന്ത്യൻ ദേശീയതയെ സംബന്ധിച്ച് വിമർശനാത്മകമായ ധാരാളം ചിന്തകള്, കാഴ്ചപ്പാടുകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇന്ത്യൻ ദേശീയതയെ, ഇനി പറയുന്ന കാര്യങ്ങൾ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ഒരു കപട ദേശീയതയാണെന്ന് പറഞ്ഞ വിമർശകരുണ്ട്. കാഞ്ച ഏലയെ പോലുള്ളവര് ബഫല്ലോ നാഷണലിസം എന്ന് പറഞ്ഞ എരുമ ദേശീയത എന്ന് പറയുന്ന രീതിയിൽ ഒരു പുസ്തകം വരെ രചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യക്കാരൻ തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാവരും ഒന്നായിരുന്നുവല്ലോ വിഘടിപ്പിച്ചത്. പക്ഷേ അവർ ദക്ഷിണേന്ത്യക്കാര് അല്ലെങ്കിൽ ദ്രാവിഡ ജനവിഭാഗം എന്നിരിക്കുമ്പോഴും വ്യത്യസ്തമായ ഭാഷയും വ്യത്യസ്തമായ ഭക്ഷണവും വസ്ത്രവും സംസ്കാരവും ഉണ്ട് എന്നുള്ളതായിരുന്നില്ലേ യാഥാർത്ഥ്യം. അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്തമായ ജനസമൂഹങ്ങളാണെങ്കിലും നമ്മൾ ഇവയെ ഒന്നിച്ചു ചേർക്കേണ്ട ഒരു അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇവയെ എന്ത് ചെയ്യുന്നത്, ഒരുമിച്ച് ചേർക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്ന ഒന്ന് നമ്മൾ എന്ത് ചെയ്തതാണ്, ഉണ്ടാക്കിയെടുത്തതെന്നാണ് പല നിരീക്ഷകരും പറയുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബ്രിട്ടീഷുകാരെ തുരത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമായിരുന്നു? നമുക്കൊരു ഇന്ത്യയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഐക്യം ഉണ്ടാവണമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയത രൂപപ്പെടുത്തിയെടുത്തത് എന്നാണ് അതിനെ സംബന്ധിച്ചുള്ളൊരു വിമർശനം. അപ്പൊ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു സംസ്കാരം, ഒരു പൊതുവായ സംസ്കാരം, പൊതുവായ ഒരു ഫോക്ലോർ ഇല്ല എന്നും നമ്മൾ അതിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്, ഒരു ദേശീയത ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇന്ത്യ ഒരു ഒറ്റ ദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ദേശീയത ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ദേശീയ പതാക, ദേശീയ ഗാനം, ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം, ഭാരതാംബ, ഭരതനാട്യം തുടങ്ങിയ കൺസെപ്റ്റുകള് ഇത്തരം ഒരു ദേശീയത രൂപപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും പല ചിന്തകരും ഇത്തരം ദേശീയതയെ തള്ളിക്കറിയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ദേശീയത നമ്മൾ അതിനെ നമ്മളിൽ ഒന്നാണെന്ന് പറ്റിത്തീർക്കാൻ വേണ്ടിയിട്ട് നിർബന്ധപൂർവ്വം നമ്മൾ ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു വിമർശനം വന്നത് എന്തുകൊണ്ടാണ്? അത് നിർബന്ധപൂർവ്വം ചെയ്യിക്കേണ്ടതല്ല. അത്തരം ഒരു ദേശീയത നമ്മുടേതെന്ന് പറയുന്ന ഒരു ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്ന് പറയുന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു ദേശീയത എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുത്തതാണ്, അത് കൊളോണൈസേഷനെ എതിർക്കുവാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു വിമർശനം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്തരം ചില ദേശീയത എന്ന് പറയുന്ന അറിവിനെ ഇവിടെ വിമർശനാത്മകമായി സമീപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
എറിക് ഹോം എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറയുന്നത്, അപ്പം നമ്മൾ ഒരു പൊതു പാരമ്പര്യം നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുകയും എന്നാൽ ഈ ഘടനയ്ക്ക് പുറത്തു നിൽക്കുന്ന എത്രയോ സമ്പർക്കങ്ങൾ ഇവിടെ ഉണ്ട് എന്നുമാണ് പറയുന്നത്. അതായത് നമ്മൾ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്ന ഒന്നിനെ രൂപം കൊടുക്കുകയും എന്നാൽ ഇന്ത്യൻ ദേശീയത എന്ന് പറയുമ്പോഴും അതിൻ്റെ അകത്ത് ഇന്ത്യയുടെ പൊതുവായിട്ടുള്ളതാണ് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഭാരത സംസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ ഭാരത സംസ്കാരത്തിനകത്ത് ഇന്നതാണുള്ളത് എന്ന്, അല്ലെങ്കിൽ കേരളീയ സംസ്കാരത്തിന് ഇന്നതെന്ന് പറയുമ്പോഴും നമ്മൾ ഉദാഹരണമായിട്ട് പറയാം, കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് സെറ്റും മുണ്ടും. ഞാൻ ഉദാഹരണം പറഞ്ഞാട്ടോ, സെറ്റും മുണ്ടും അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ വേഷ്ടി എന്നൊക്കെ പറയുന്ന കേരളീയ സംസ്കാരത്തിന്റെ തനത് രൂപമാണെന്ന് നമ്മൾ പറയുമ്പോഴും ഇത് ഇടാൻ യോഗ്യത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇത് ഇട്ടിരുന്ന എത്ര ജനഭാഗങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എറിക് ഹോം പറഞ്ഞത്, ഈ കേരളീയ സംസ്കാരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ എന്താ പറയുന്നത്, സദ്യ എന്ന് പറയുന്നത്. ഈ സദ്യ ഇലയിലിട്ടുണ്ട് ഇത്തരം വിഭവങ്ങളോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ടായിരുന്നു. കേരളീയ സംസ്കാരത്തിനും ഭാഗമായിട്ടാണ് സെറ്റും മുണ്ടും അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും ദാവണ്ണി അല്ല വേഷ്ടി ഇവയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏത് ജനവിഭാഗമാണ് അത് ഉപയോഗിച്ചിരുന്നത്? അത് ഉപയോഗിക്കാത്ത ജനവിഭാഗം ഉണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് കേരളത്തിന്റെ പൊതു എന്ന് പറയുന്ന ആ കള്ളിക്കകത്ത് അല്ലെങ്കിൽ ആ വിഭാഗത്തിനകത്ത് ഇത് വരുന്നത് എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എറിക് ഹോം പറയുന്നത് ഇത്തരം പൊതുവായുള്ളതിന് വെളിയിൽ നിൽക്കുന്ന ചില സമ്പർക്കങ്ങളുണ്ട്. ആ സമ്പർക്കങ്ങളാണ് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കുള്ള അടിമ ജനവിഭാഗം, അധസ്ഥിത ജനവിഭാഗം ഈ പറയുന്ന പൊതു എന്നതിനകത്ത് ഉൾക്കൊണ്ടിരുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഒരു ദളിത് സൈദ്ധാന്തികനായിട്ടുള്ള കാഞ്ച ഏലയ്യ താൻ എഴുതിയ ഒരു പുസ്തകത്തിന് ദേശീയതയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബഫല്ലോ നാഷണലിസം എന്ന് പറയുന്ന ഒരു പേര് അദ്ദേഹം ഇട്ടത്. അതുപോലെ പലരും ഇത്തരം ഒരു നാഷണലിസം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി രൂപം കൊണ്ടിരുന്നതാണെന്നും ഇന്ത്യൻ ദേശീയത സ്വാതന്ത്ര്യ സമരം നേടുന്നതിന് വേണ്ടി രൂപം കൊണ്ടതാണെന്നും ആ സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷം അത്തരം ദേശീയത നിലനിർത്തുന്നതിൽ അർത്ഥമില്ല എന്നും പറയുന്ന ധാരാളം സൈദ്ധാന്തികന്മാരുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ജനസമൂഹത്തിന്റെ പുറത്തു നിൽക്കുന്ന, ഇപ്പൊ ഈ പറയുന്ന പൊതു എന്നതിന് പുറത്തു നിൽക്കുന്ന ഒന്നുണ്ടെന്നും അതിനാൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ദേശീയത എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ ബദലായി നിർത്താൻ പറ്റുന്ന ഒരു വേർഡാണ് മൾട്ടിറ്റ്യൂഡ് എന്നും എറിക് ഹോം പറയുന്നുണ്ട്. ഈ മൾട്ടിറ്റ്യൂഡ് എന്ന സങ്കല്പമാണ് അതാണ് കുറച്ചുകൂടി യോഗ്യമെന്നാണ് എറിക് ഹോം പറയുന്നത്. അപ്പൊ എല്ലാ ജനസമൂഹത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നായിട്ട് ഈ മൾട്ടിറ്റ്യൂഡ് മാറുമെന്നാണ് പറയുന്നത്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരമുള്ള, അതുകൊണ്ട് ഇന്ത്യൻ ദേശീയതയ്ക്ക് പകരം മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന സങ്കല്പമാണ് കുറച്ചുകൂടി അനിവാര്യം. ഇന്ത്യൻ ദേശീയതയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഭാരത സംസ്കാരം അല്ലെങ്കിൽ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്ന എല്ലാ സാംസ്കാരിക ഘടകങ്ങളും ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ബാധകമായിരുന്നില്ല. കാരണം ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഉദാഹരണമായിട്ട് പറയാം, ചാതുർവർണ്ണി എന്ന് പറയുന്ന ഒരു ജാതി വ്യവസ്ഥ ഇവിടെ നിൽക്കുകയും അതിനകത്ത് ശൂദ്രൻ വരെയുള്ള ജനവിഭാഗങ്ങളെ മാത്രം മനുഷ്യരായി പരിഗണിക്കുകയും ചെയ്യുമ്പോൾ അതിന് താഴെ നിൽക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനവിഭാഗത്തിന്റെ ഭാഷയോ സംസ്കാരമോ അവന്റെ ജീവിത അവസ്ഥകളെയോ ഒരിക്കൽ പോലും ഈ ഭാരത സംസ്കാരം എന്ന് പറയുന്ന ആ സംസ്കാരത്തിലേക്ക് ഉൾക്കൊള്ളിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സവർണ ജനവിഭാഗത്തിന്റെ ജീവിതവും സംസ്കാരവുമാണ് നമ്മളുടെ പൊതു സംസ്കാരം എന്ന നിലയിലേക്ക് അത് ശക്തി പ്രാപിച്ചത്, അല്ലെങ്കിൽ അത് ഉറച്ചതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത്തരം സംസ്കാരത്തിനെ, ദേശീയതയെ അല്ലെങ്കിൽ അത്തരം സംസ്കാരത്തെ നമ്മൾ ചോദ്യം ചെയ്യുകയും മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് ദേശീയത എന്നുള്ളതിന് പകരം വെക്കാൻ ഏറ്റവും അനുയോജ്യം, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അർത്ഥത്തിൽ എല്ലാ ജനവിഭാഗത്തെയും ഉൾക്കൊള്ളുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഓണം എന്ന് പറയുന്ന ആ ഒരു സംസ്കാരം, ഓണവുമായി ബന്ധപ്പെട്ട നമ്മുടെ സദ്യ ആയിക്കോട്ടെ, വസ്ത്രമായിക്കോട്ടെ, അത്തരം കാര്യങ്ങൾ ആരാണ് അത് ആചരിച്ചിരുന്നത് എന്നതിനെ മാത്രം ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ളതാണ്. അതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒന്നാണ് പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് വ്യത്യസ്ത മത, ജന, ഭാഷ ഒക്കെ ഉള്ള ഇന്ത്യയെ സംബന്ധിച്ച് ഒരു മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന സങ്കല്പമാണ് ഏറ്റവും അനുയോജ്യമെന്ന് പറയുന്നുണ്ട്. അപ്പൊ
അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ദേശീയത രൂപപ്പെടുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആ ദേശീയതയ്ക്ക് ഇവിടെ പ്രാധാന്യമില്ല എന്നും പകരം മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന സങ്കല്പമാണ് ഇവിടെ യോജിച്ചതെന്നും പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് സാഹിത്യകൃതികൾ, പത്രമാധ്യമങ്ങൾ, റേഡിയോ തുടങ്ങിയവയിലൊക്കെ ഈ ദേശീയതയെ ഉറപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടത്തുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയതയെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന ധാരാളം സിനിമകളും കലാരൂപങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് ഇവിടെ കുറെ പറയുന്നുണ്ട്. 2001 റിലീസ് ചെയ്ത ലഗാൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയ്ക്കകത്ത് മുൻനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ക്രിക്കറ്റ് എന്നീ രണ്ട് ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ലഗാൻ എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്ത് രണ്ടിലും ക്രിക്കറ്റ് എന്ന് പറയുന്ന കലാരൂപം ഇന്ത്യയുടെ ഒരു തനത് കലാരൂപമാണെന്നും അതൊരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നിലനിന്നിട്ടുണ്ടെന്നും ദേശീയത ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു വികാരം ലഗാൻ സിനിമയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നും ഒക്കെ തന്നെയും ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ്. അപ്പം ക്രിക്കറ്റ് എന്ന് പറയുന്ന കലാരൂപം അത് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ തന്നെ ഇവിടെ നിലവിലിരുന്നു എന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകുവാൻ പറ്റുന്ന ഒരു പ്രേരക ശക്തിയായിട്ട് ക്രിക്കറ്റ് എന്ന് പറയുന്ന കായിക രൂപത്തിന് സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ സിനിമ ഉറപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, അതിൻ്റെ ഇടയ്ക്ക് ബ്രിട്ടീഷുകാർ അബദ്ധവശാൽ കണ്ടുപിടിച്ച ഇന്ത്യൻ കളിയാണ് ക്രിക്കറ്റ് എന്ന ആശിസ് നന്ദി ഇതിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഇവിടെ കൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് തീർത്തും ജാതീയപരമായിരുന്നു, ഇതൊരു പരിധിവരെ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സങ്കീർണമായുള്ള ക്രിക്കറ്റിന്റെ ഒരു ഘടനയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലൊന്നും ഇല്ല എന്ന് പറയുകയും ക്രിക്കറ്റ് ഒരു ദേശീയ കളിയാണ്, ഇന്ത്യയുടെ ഒരു ദേശീയ വികാരമാണെന്ന് പറയുവാനും വേണ്ടിയിട്ട് ലഗാൻ എന്ന് പറയുന്ന സിനിമയെ ഉപയോഗിക്കുന്നുവെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ 3 തരത്തിലുള്ള ഫിലിമിക് ഫോക്ലോറുകളെയാണ് ഈ ലഗാൻ എന്ന് പറയുന്ന സിനിമ കാഴ്ചവെക്കുന്നത്. അതിലൊന്ന്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വളരെ മുമ്പ് തന്നെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തോട് ഇന്ത്യൻ ക്രിക്കറ്റ് പോരാടിയിരുന്നു, അതിനെ ചേർത്ത് നിൽക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒന്ന്. 2, ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തെ ക്രിക്കറ്റ് ദേശീയതയുടെ തുടർച്ചയാണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സാംസ്കാരിക ദേശീയതയെ രൂപപ്പെടുത്തിയെടുക്കാൻ ക്രിക്കറ്റിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ അതിനകത്ത് ഈ പറയുന്ന ജാതീയത എന്ന് പറയുന്ന ഒരു ഘടകം ഇന്ത്യൻ ക്രിക്കറ്റിനകത്തില്ല എന്ന് വരുത്തിത്തീർക്കാനുള്ള ശ്രമം. ഇത് 3 ലഗാൻ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നു. ഇനി മറ്റൊന്ന്, മിഖായൽ ബക്തിൻ എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തികൻ മുന്നോട്ട് വെച്ച ബഹുസ്വരത എന്ന് പറയുന്ന ഒരു സങ്കല്പം. അപ്പം അത് ഈ ഫിലിമിക് ഫോക്ലോറുകളിൽ ധാരാളമായിട്ടുണ്ട്. എന്താണ് ഈ ബഹുസ്വരത എന്ന് പറയാൻ? ധാരാളം ആശയങ്ങളെ സ്വീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആശയങ്ങളെ സംപ്രേഷണം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബഹുസ്വരത എന്ന് പറയുന്നത്. അപ്പൊ സിനിമയെ സംബന്ധിച്ചും ഇത്തരം ധാരാളം ബഹുസ്വരമാണ് സിനിമ എന്ന് പറയുന്ന കലാരൂപം. അതിന് ഉദാഹരണമായിട്ട് 1998 ടോം ടിക്വർ സംവിധാനം ചെയ്ത ഒരു വിഖ്യാത സിനിമയാണ് റൺ ലോല റൺ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ സ്വാധീനത്താൽ നമ്മളുടെ മലയാളത്തിലെ ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഉദാഹരണമാണ് റൺ ബേബി റൺ എന്ന് പറയുന്ന സിനിമ. അതുപോലെ തന്നെ തെലുങ്കിലെ റൺ രാജ റൺ എന്ന് പറയുന്ന തെലുങ്ക് സിനിമ. പിന്നീട് അത് ഇതുപോലെ തന്നെ ബന്ധപ്പെട്ട റൺ കൊച്ചി റൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഇവയൊക്കെ തന്നെയും ഈ പറയുന്ന റൺ ബേബി റൺ എന്ന് പറയുന്ന ഒരു സിനിമയെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടായിട്ടുള്ളതാണ്. പിന്നീട് ഇത് പലപ്പോഴും പലതിൻ്റെയും മോട്ടോ ആയിട്ട് ഈ റൺ എന്ന് പറയുന്ന ഈ വേർഡും ആ ഒരു പരിസരവും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മറ്റൊന്ന്, മഞ്ജു വാര്യരുടെ ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന ആ സിനിമയുടെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ഒന്ന്, വളരെ പ്രധാനപ്പെട്ട ഒന്ന്, റൺ കൊച്ചി റൺ എന്ന് പറയുന്ന ഒരു മാരത്തോൺ, സ്ത്രീകൾ നിരത്തിലിറങ്ങി ഓടുന്ന ഒരു മാരത്തോൺ ഒരു സംഭവവും അത് ഒരു സിനിമയ്ക്ക് ഒരു പ്രചരണത്തിന് ഭാഗമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്രകാരത്തിൽ ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്ന ഒന്ന്, ഒരു സിനിമ നിർമ്മിച്ച ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുന്ന ഒരു കഥയെ പിൽക്കാലത്ത് അതൊരു ചരിത്രമായിട്ടോ മിത്തായിട്ടോ മാറുകയും പിന്നീട് അത് തുടർച്ചയായിട്ട് മറ്റു പല കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതൊരു ഫിലിമിക് ഫോക്ലോറിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ പലപ്പോഴും പലതിനകത്തും ഇത്തരത്തിലുള്ള പല ഘടകങ്ങളെയും പിൽക്കാലത്ത് ഒരു ഐഡിയൽ ആയിട്ട് മാറുന്ന രീതിയിൽ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ധാരാളം പ്രേതകഥകൾ, യക്ഷിക്കഥകളെല്ലാം ഇപ്രകാരം സിനിമയിൽ അതിനൊരു മിത്തിക്കലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്.
ഇനി ചില ഐഡിയലുകൾ ഐക്കണുകൾ സൃഷ്ടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ചില വീര കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും പിന്നീട് ഈ വീര കഥാപാത്രങ്ങൾ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേനും അത് നമ്മളുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു മിത്തായിട്ട് കഥയായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് മറ്റൊന്ന്, നമ്മളുടെ പുരുഷ ശരീരം എന്ന് പറയുന്ന ഒന്ന് ഒരു 6 പാക്ക് ബോഡി എന്ന് പറയുന്ന ഒരു ഐക്കൺ, ഒരു ഐഡിയോളജിക്കൽ രൂപത്തിലേക്ക് മാറുന്നത് പലപ്പോഴും സിനിമ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. സിനിമയിലെ നായിക കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത്തരം 6 പാക്ക് ഉള്ള നായകൻ നടനെ കാണിച്ചുകൊണ്ട് ഒരു ആൺ സൗന്ദര്യത്തിന്റെ അടയാളമായിട്ട് ഈ 6 പാക്ക് ഉള്ള ശരീരമുള്ള മനുഷ്യനെ നമ്മൾക്ക് അല്ലെങ്കിൽ നായകനെ കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെ 0 സൈസുള്ള നായിക. ഇപ്പം ഗജനി എന്ന് പറയുന്ന സിനിമയിൽ ആമീർ ഖാൻ, പിന്നീട് കിക്ക് സിനിമയിലെ സൽമാൻ ഖാൻ, ഓം ശാന്തി ഓ ഹാപ്പി ന്യൂ ഇയർ ഷാരൂഖ് ഖാൻ, അയ്യ എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് ഒക്കെ തന്നെയും ഇപ്രകാരം ഒരു നായക കഥാപാത്രത്തിന്റെ ശരീരം അല്ലെങ്കിൽ ഒരു നായക കഥാപാത്രത്തിന്റെ ശരീരത്തെ കാണിച്ചു തന്നുകൊണ്ട് ഒരു പുരുഷ നായകൻ എങ്ങനെ ആയിരിക്കണം, ഒരു പുരുഷ നായകന്റെ ശാരീരിക രൂപം എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു മിത്ത് അല്ലെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. അത് ഈ സിനിമകളിലൂടെ നിർമ്മിക്കുന്നുണ്ട്. നായിക കഥാപാത്രങ്ങൾ ഇതുപോലെ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ സിനിമകളിൽ ഇത്തരത്തിലുള്ള പല നിർമ്മിതി കഥാപാത്രങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മളെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ ഹൊറർ സിനിമകൾ സൃഷ്ടിക്കുമ്പോൾ ഹൊറർ സിനിമയിൽ ഉണ്ടാക്കുന്ന ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില നമുക്ക് കരിമ്പൂച്ച, മൂങ്ങ ഇവയൊക്കെ തന്നെയും ഇത്തരം ഇത് സത്യത്തിൽ ഇതൊക്കെ ഒരു എന്താ പറയുന്നത് ജന്തുക്കൾ മാത്രമാണ്. പക്ഷെ ഇവയെ നമ്മളൊരു കാലമായിട്ട് നമ്മൾ ഇവയെ കാണുന്നത് ഇവയോ ചില ഐതിഹ്യമായ കഥകളുമായി ചേർത്ത് വെച്ചൊരു ഭീകര അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നായിട്ടാണ്. പൂമൻ, മൂങ്ങ, അതുപോലെ തന്നെ കരിമ്പൂച്ച ഇവയൊക്കെ കരയുന്നത് ഒക്കെ തന്നെ. ഇത്തരം ചില കാര്യങ്ങളെ സൃഷ്ടിക്കുന്നതിനോ ഉറപ്പിക്കുന്നതിനോ ഫിലിമിക് സിനിമകളിൽ ഈ ചില സിനിമകളിൽ ഇത്തരം ഫോക്ലോറുകൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ടെന്നുള്ളത് ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്ന ഈ പഠന മേഖലയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇനി ഇതുമായി ചേർത്തുകൊണ്ട് മറ്റ് 2 കാര്യങ്ങളൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ ഫിലിമിക് ഫോക്ലോർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിലോ ഒന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പി ചെയ്യോ? ഇത്രയേ ഉള്ളൂ. സിനിമയിൽ എങ്ങനെയാണ് ഇത്തരം അറിവുകളെ സൃഷ്ടി വയ്ക്കുന്നത്? ഓക്കെ, എൻ്റെ സൗണ്ട് പോയി. അടുത്തത് നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത് 2 കാര്യങ്ങളൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് തീരും. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒരു ചർച്ചയിലൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അടുത്തത് എന്താണ് ഫാൻസ് ഫോക്ലോർ എന്ന് പറയുന്നത്? നമുക്കിന്ന് വളരെ പരിചിതമുള്ള ഒരു വാക്കാണ് ഫാൻസ് എന്ന് പറയുന്ന വാക്ക്. നമ്മളുടെ മുന്നിലുള്ള വീര കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ കാലത്ത് സൃഷ്ടിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഐക്കണുകളെ, വ്യക്തികളെയൊക്കെ അവർക്ക് ആരാധനാപരമായ ഒരു ഫാൻസ് ഉണ്ടാകുക. പ്രധാനമായിട്ടും നമുക്കിവിടെ ഫാൻസിൽ ഉണ്ടാകുന്നത് ചലച്ചിത്ര താരങ്ങൾക്ക്, പാട്ടുകാർക്ക്, കായിക താരങ്ങൾക്കാണ് ഫാൻസ് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും നമുക്ക് സിനിമ മേഖലയിൽ, ചലച്ചിത്ര സിനിമ മേഖലയിലെ താരങ്ങൾക്കാണ് ഫാൻസ് ഉണ്ടാകുന്നത്. അപ്പം ഈ ഫാൻസുകളും ബന്ധപ്പെട്ട ഫോക്ലോറുകളെയാണ് നമ്മൾ ഫാൻസ് ഫോക്ലോറുകൾ എന്ന് പറയുന്നത്. ജനപ്രിയ സിനിമകളുടെ ഭാഗമായി വികസിച്ചു വന്നിട്ടുള്ള ഒന്നാണ് ഫാൻസ് സിനിമ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഫാൻ ബോയ് സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു നായക കഥാപാത്രത്തിന്റെ ആരാധകരായിട്ടുള്ള ആളുകൾ, ആരാധക വൃന്ദത്തെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളാണ് ഫാൻ ബോയ് സിനിമ എന്ന് പറയുന്നത്. അത്തരം ഫാൻസുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫാൻസുകൾ ഉണ്ടാവുക അവരൊരു കൃത്യമായൊരു സാംസ്കാരിക അവബോധം അവിടെ നിന്നുണ്ടാകുന്നുണ്ട്. താരാരാധന എന്ന് പറയുന്ന ഒന്നിൽ നിന്നാണ് ഈ ഫാൻസ് ഫോക്ലോർ ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ ഈ നായക കഥാപാത്രത്തെ അല്ലെങ്കിൽ ആ താരത്തെ ഒരു ദൈവിക തുല്യനായുള്ള ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് അമാനുഷികനായിട്ടുള്ള ഒരാളായിട്ട് അയാളെ കരുതുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അയാളെ ഒരു വീരപുരുഷനായി കാണുക, നമ്മളുടെ എന്താ പറയുന്ന മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി നിൽക്കുക. ഇപ്പം രജനീകാന്ത് ആയിക്കോട്ടെ, രജനീകാന്ത് പല കമലഹാസനെയൊക്കെ ഇങ്ങനെ ഒരു വീര കഥാപാത്രമായിട്ട് കാണുന്നുണ്ട്.
അത് മാത്രമല്ല, അവർക്ക് വേണ്ടി ക്ഷേത്രം പണിയുക, അവരെ തങ്ങളുടെ ഐക്കണായിട്ട് ആരാധന കഥാപാത്രമായിട്ട് നമ്മളുടെ ഒരു ആദർശ പുരുഷനായിട്ട് കണ്ടുകൊണ്ട് അവർക്ക് ക്ഷേത്രം പണിയുക, അവർക്ക് പാലഭിഷേകം നടത്തുക, വലിയ കട്ടൗട്ടുകൾ ഉണ്ടാക്കുക, ഇങ്ങനെ ഉണ്ടാക്കി അവരൊരു മിത്തിക്കൽ ക്യാരക്ടറായിട്ട് ചരിത്രത്തില് അവർക്ക് സ്ഥാനം കൊടുക്കുന്ന ഒന്ന് ഈ പറയുന്ന ഫാൻസ് ഫോക്ലോർ വഴി നിർമ്മിച്ചെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം താരാരാധനയെ പോലെയുള്ള ഹീറോയിക് വേർഷിപ്പിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ ഇതൊരു ഗോത്ര ജീവിതത്തിന്റെ അവശേഷിപ്പുകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഗോത്ര ജീവിതത്തിനകത്തൊരു നായകനായിട്ടുള്ള ഒരു വീരകഥാപാത്രം ഉണ്ടാവുന്നു. ആ കഥാപാത്രം ഇപ്പം പൊലിമറിഞ്ഞ തമ്പച്ചനായിക്കട്ടുള്ള ആൾക്കാട്ടെ അതുപോലെ ഉള്ള ധാരാളം കഥാ ചെയ്യുന്നതുകൊണ്ട് വീര കഥാപാത്രങ്ങളായിട്ട് മാറുകയും. അതിലെന്തെങ്കിലും പറയാനായിരുന്നോ? പറയാനാണെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ. അപ്പം കഥാപാത്രങ്ങൾ ഉണ്ടാവുകയും ആ കഥാപാത്രം ആ ഗോത്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്താ പറയാണ് ആ ഗോത്രത്തിനെ നിലനിൽക്കുന്നതിന് വേണ്ടി അവരെ രക്ഷിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് മാറുന്നു. അപ്പൊ ഈ സ്പൈഡർമാനും അതുപോലെയുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുകയാണ്? ആ സമൂഹത്തിനെ തങ്ങൾക്ക് ചുറ്റുമുള്ള തങ്ങളുടെ സമൂഹത്തെ രക്ഷിക്കുന്ന ഒരു രക്ഷക കഥാപാത്രമായിട്ട് വരികയാണ്. ഒരു രക്ഷക കഥാപാത്രമായിട്ട് വരികയും ആ രക്ഷക കഥാപാത്രം താൻ ഉൾപ്പെടുന്ന തന്റെ സമൂഹത്തിന്റെ കാവലാളായിട്ട് മാറുന്നു. അത് നമുക്ക് പലപ്പോഴും ഈ സിനിമകളിലൂടെ കാണാൻ പറ്റും. ഇതുപോലെയുള്ള ഫാൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്കുള്ള ഫാൻസുകളുടെ കാര്യം നമുക്കിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത്. ഫാൻസുകൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു നിലവിലിരിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാനുള്ള ഒരു ശക്തി ഇന്ന് താര സംഘടനകൾക്കും ഫാൻസുകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും പുതിയ കാലത്ത് നമ്മളുടെ ഏറ്റവും ഒരു വാച്ച് സിംഗറായിട്ടുള്ള വേടന് ഉണ്ടാകുന്ന ഒരു ജനസമ്മതിയൊക്കെ ഒരു ഫാൻസ് ഫോക്ലോറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉദാഹരണമായിട്ട് പാശ്ചാത്യ സംഗീത ബാൻഡായിരുന്ന ബീറ്റിൽസ് അതിന്റെ പ്രമുഖ ഗായകനായ ജോൺ ലെനനെ കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ഒരു ആരാധകനായിരുന്നു എന്ന് പറയുന്നു. മാനസിക സമ്മർദ്ദത്തിലെയും കൊലപാതകത്തിലും നയിക്കുന്ന ഇത്തരം ആരാധന വൈചിത്രം കൂടി ഫാൻസ് ഫോക്ലോർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പലപ്പോഴും അറിയാം, ഫാൻസുകൾ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫാൻസുകൾ തമ്മിൽ നടക്കുന്ന ശത്രുത, അവർ തമ്മിലുള്ള എന്താ പറയുന്ന ഏറ്റുമുട്ടലുകളൊക്കെ നമ്മൾ പലപ്പോഴും നിരന്തരം കാണുന്നുണ്ട്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളുടെ രണ്ട് തട്ടിൽ നിന്നുകൊണ്ട്, ഇപ്പം നമുക്കിവിടെ പ്രധാനമായും പ്രത്യക്ഷത്തിൽ മലയാള സിനിമയും നമുക്കറിയാം, മോഹൻലാലിന്റെ ഫാൻസ് ഒരു വശത്ത്, മമ്മൂട്ടിയുടെ ഫാൻസ് ഒരു വശത്ത്, അവരുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ അവർ തമ്മിലുള്ള വാഗ്വാദങ്ങൾ, അവർ തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന പാരഡികൾ, അവർ ഉണ്ടാക്കിയെടുക്കുന്ന റീലുകൾ, അല്ലെങ്കിൽ അവരുണ്ടാക്കിയെടുക്കുന്ന കഥകൾ, ഇവയൊക്കെ ഈ പറയുന്ന ഫാൻസ് ഫോക്ലോറിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സിനിമാ താരങ്ങളെ ഫാൻസ് അസോസിയേഷനുകൾ ഒരു ഫോക്ക് സമൂഹമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുണ്ടാക്കിയെടുക്കുന്ന കഥകൾ, അവരുണ്ടാക്കിയെടുക്കുന്ന മിത്തുകള്, പഴഞ്ചൊല്ലുകള്, അങ്ങനെയുള്ള പലതും ഇതിൽ നിന്ന് രൂപം കൊള്ളുന്നുണ്ടെന്ന് പറയുന്നു. വീരകഥകൾ പരിഹസിക്കുന്നുണ്ടാകുന്ന ആക്ഷേപ പാട്ടുകൾ, പരിഹാസ പാരഡികള് ഒക്കെ തന്നെയും ഈ പറയുന്ന ബ്ലോഗിലൂടെയും പരസ്യങ്ങളിലൂടെയും ഒക്കെ തന്നെയും നിർമ്മിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെയും നമ്മൾ ഈ പറയുന്ന ഫാൻസ് ഫോക്ലോറിന്റെ ഭാഗമാണ് ഉണ്ടാകുന്നത്. പക്ഷെ മതം എന്ന പോലെ തന്നെ ഇത്തരം ഫാൻസ് ഫോക്ലോറുകൾ ചില പുതിയ കൽപ്പനകളെ സൃഷ്ടിക്കുകയും ചില നിയമങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്, ചില ആചാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഫാൻസുകൾ പുതിയ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ എന്താ പറയുന്നത്, വലിയ ആഘോഷം ഉണ്ടാക്കുക, പാലൊഴിക്കുക, വലിയ കട്ടൗട്ടുകൾ നിർമ്മിക്കുക, ഇതൊക്കെ ഒരു ആചാരം പോലെ ഉണ്ടാക്കിയും ഫാൻസ് ഷോകൾ എന്ന് പറയുന്ന ഒരു ഷോകൾ തന്നെ നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ഫോക്കായിട്ട് ഒരു പ്രത്യേക തരത്തിലൊരു ആചാരങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ആചാരങ്ങൾ ഉണ്ടാക്കുക വഴി ഫാൻസ് ഫോക്ലോർ എന്ന് പറയുന്ന ഒരു ഫോക്ലോർ നിർമ്മിതിയാണ് ഈ സിനിമയിലെ ഫാൻസുകൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം സിനിമയിലെ അല്ലെങ്കിൽ സിനിമയിലെ എന്നല്ല, ഫാൻസുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില ആചാര അനുഷ്ഠാനങ്ങളോ നാട്ടു കാര്യങ്ങളോ നാട്ടറിവുകളോ ഒക്കെയാണ് ഫാൻസ് ഫോക്ലോറിൽ പെടുന്നത്. ഇതാണ് ഫാൻസ് ഫോക്ലോർ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് നവ ഫോക്ലോർ എന്ന് പറയുന്ന ഒന്നാണ് അടുത്തത്. എന്താണ് നവ ഫോക്ലോർ? ഞാൻ നേരത്തെ പറഞ്ഞു, ഫോക്ലോറിൽ എന്ന് പറയുന്നത് നിരന്തരം പരിണാമ വിധേയമായിരിക്കുന്നതാണ്. പുതിയ ഫോക്ലോറുകൾ നിർമ്മിക്കുന്നുണ്ട്,
പഴയ ഫോക്ലോറിന് ബദലായിട്ടുണ്ടാകുന്നുണ്ട്, അതിനെ നവീകരിക്കുന്നുണ്ട്, പുതിയ ഫോക്ലോർ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നവ ഫോക്ലോർ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. അപ്പൊ ഫോക്ലോർ നശിക്കാതെ പുതിയ രൂപഭാവത്തിൽ വീണ്ടും വീണ്ടും റിന്യൂ ചെയ്യുന്നുണ്ടിരിക്കുന്ന പുതിയ രീതിയിൽ അതിന് രൂപം കൊള്ളുന്ന ഒന്നിലേക്ക് വരുന്നുണ്ട്. അപ്പൊ പുതിയ കാലത്ത് അതിനനുയോജ്യമായ രീതിയിൽ ഫോക്ലോറുകളെ നവീകരിക്കുകയും അതിന് പരിണാമ വിധേയമായി അതിനെ പുനർസൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ വർത്തമാനകാലത്തിലെ നവീന നാടോടി പ്രവണതകളെയൊക്കെ പുതിയ സിദ്ധാന്തത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ് നവ ഫോക്ലോർ ചെയ്യുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ പറയുന്നത്, ഫിലിമാറ്റിക് ഫോക്ലോറും അതുപോലെ തന്നെ ഫ്രാൻസ് ഫോക്ലോറും ഒക്കെ പുതിയ കാലത്തിന് അനുയോജ്യമായ അല്ലെങ്കിൽ പുതിയ കാലത്തെ ദൃശ്യ കലാരൂപങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ്. അത്തരത്തില് പുതിയ ഫോക്ലോറുകൾക്ക് ആവശ്യമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുന്നതൊക്കെ ഈ നവ ഫോക്ലോറിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ ഓരോ സന്ദർഭത്തിനും അനുസരിച്ചിട്ടുള്ള പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കുക, പുതിയ തരത്തിലുള്ള അറിവുകൾ ഉണ്ടാക്കുക, പുതിയ തരത്തിലുള്ള ആചാരങ്ങളോ അതിനെ നവീകരിക്കുക, പുനഃസൃഷ്ടിക്കുക ഒക്കെ ചെയ്യുന്നത് ഈ നവ ഫോക്ലോർ വഴിയാണ്. അപ്പം ആധുനിക നാഗരിക ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ള പഴഞ്ചൊല്ലുകൾ ഉണ്ടാവാം, ശൈലികൾ ഉണ്ടാവാം, നാടോടി കഥകൾ ഉണ്ടാവാം, നാടോടി വീര കഥാപാത്രങ്ങൾ ഉണ്ടാവാം, ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന നവ ഫോക്ലോർ വഴിയാണ്. അപ്പം ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതിൽ പരസ്യ വിപണികളിലൊക്കെ തന്നെ പുതിയ ഫോക്ലോറുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ പഴയ ഫോക്ലോറുകളെ പുതിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഫോക്ലോറുകൾ ഉപയോഗിക്കുന്ന, അതിനുവേണ്ടി പുതിയ സിദ്ധാന്തം ഉപയോഗിച്ച് പുതിയ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നതൊക്കെ നവ ഫോക്ലോർ എന്ന പേരിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ബ്ലോക്കിൽ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും. അപ്പൊ നമ്മളിവിടെ എന്താണ് മെറ്റാ ഫോക്ലോർ എന്ന് പറഞ്ഞു, എന്താണ് മെറ്റാ ഫോക്ലോർ എന്ന്, അതിനുശേഷം നമ്മൾ എന്താണ് ഇക്കോ ഫോക്ലോർ എന്ന് പറഞ്ഞു, അതിനുശേഷം ഫിലിമിക് ഫോക്ലോർ എന്താണ്, ഫാൻസ് ഫോക്ലോർ എന്താണെന്ന് പറഞ്ഞു. പിന്നീട് ഏറ്റവും പുതിയ കാലത്ത് നമ്മൾ ഈ ഫോക്ലോറിനെ പുതിയ കാലത്ത് പഠിക്കുന്ന നവ ഫോക്ലോർ എന്താണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ രണ്ടാമത്തെ ഭാഗത്ത്, മൂന്നാമത്തെ ബ്ലോക്കിലെ പാർട്ട് 2 നമ്മൾ പഠിച്ചത്. ഇനി നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നമ്മൾ കുറെ സിനിമകളെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മ വന്ന സിനിമകളെ കുറിച്ച്, പുതിയ രൂപത്തിലുള്ള അതിന്റെ പല ഘടകങ്ങളെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ചർച്ച ചെയ്യാം. നിങ്ങളുടെ അറിവുകൾ ഇവിടെ പങ്കുവെക്കട്ടെ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അതുമായി ചേർത്ത് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ സംശയങ്ങൾ പറയാം, സംശയങ്ങൾ പറഞ്ഞുതരാം, നിങ്ങളുടെ അറിവുകൾ പറയാനുള്ള സമയമാണ് ഇനി. നമ്മൾ പറഞ്ഞതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പറയാം. പറയാം കേട്ടോ, നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനാണ് നമുക്ക് ഇതൊക്കെ കുറച്ച് പോർഷൻസേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത്. അത് ഇല്ലാണ്ടാക്കി കളയണ്ട. അതുകൊണ്ട് അത് ഫലപ്രദമായിട്ട് നിങ്ങളത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്നോട് ചോദിക്കാം, എനിക്ക് അറിയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം, യൂണിവേഴ്സിറ്റിയോട് പറയേണ്ട എല്ലാ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ യൂണിവേഴ്സിറ്റിയെ അറിയിക്കാം. എന്നാലും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ടൈമാണ് ഇപ്പോൾ. മെസ്സേജ് ഇടുന്നവർക്ക് മെസ്സേജ് ഇടാം, ഓപ്പൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നവർക്ക് സംസാരിക്കാം കേട്ടോ. അഞ്ജലി പറഞ്ഞിട്ടൊരു കാര്യം, തമിഴ് തെലുങ്ക് തുടങ്ങി എല്ലാവരും ഒന്നായിരുന്നുവല്ലോ, വിഘടിപ്പിച്ച ചരിത്രങ്ങളുണ്ടല്ലോ, അതൊരു വലിയ ഫാക്റ്റ് അല്ലേ? ഒന്നിച്ചു നിർത്താതെ ഇരിക്കാൻ പല ശക്തികൾ വരികയും വിജയിക്കുകയും ചെയ്തല്ലോ. അപ്പൊ പറഞ്ഞല്ലോ, അതിനകത്ത് കാരണം വെച്ചാൽ തമിഴ്, തെലുങ്ക്, കന്നഡ പോലെയുള്ള ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളെല്ലാം ഏകദേശം ഒരേ തരത്തിലുള്ള സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും ഏകദേശം കുറെ സമാനതകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വ്യത്യസ്തമായ ഭാഷയും വ്യത്യസ്തമായ ഭക്ഷണം, വസ്ത്രം ഒക്കെ ഉണ്ട്. നമ്മളുടെ തൊട്ടടുത്തിരിക്കുന്ന തമിഴ്നാടിന് പോലും നമ്മളുടെ ഭക്ഷണ സംസ്കാരമല്ല ഉള്ളത്. ഇവയൊക്കെ വിഘടിപ്പിക്കുക എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ ഇതിനെ നശിപ്പിക്കേണ്ട ചില അജണ്ടയുടെ ഭാഗമായിട്ടുള്ളത്. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചോളം നമ്മളെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിരുന്നു.
നമ്മൾ അതിനെല്ലാം ഒന്നിപ്പിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ തുരത്തുവാനുള്ള ഒന്നിന്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ദേശീയത എന്ന് പറയുന്ന ഒന്ന് ഇന്ത്യക്ക് പൊതുവായിട്ട് ഇത്തരം പറയുന്ന ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്ന ഒന്നിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യക്ക് ഇല്ല എന്നും, ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്ന ഒന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനോടുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് കൊളോണൈസേഷനെ എതിർക്കുവാൻ വേണ്ടി രൂപം കൊണ്ടിട്ടുള്ളതാണെന്നും, ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നതിന് പകരമായി ഒരു മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പദം ഇപ്പം സങ്കല്പനമായിട്ടുള്ള എന്താണ് മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന പദമാണ്, അല്ലെങ്കിൽ ആ ഒരു സങ്കല്പമാണ് ഇന്ത്യക്ക് പൊതുവായിട്ട് അനുയോജ്യം എന്നാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, വിഷയങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുക. വിഷയമൊന്നുമില്ലേ? ചോദിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. നമുക്കിനി ഒരു കുറച്ച് സമയം കൂടി നമുക്കിരിക്കാം. നമുക്ക് 3 മണിക്കുള്ളതാണ്, നമുക്ക് കുറച്ച് പോർഷൻസേ ഉള്ളൂ. ഒരു പക്ഷേ നമുക്ക് ആ 3ാമത്തെ ബ്ലോക്ക് മൊത്തമാണ് പഠിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓടിച്ചിട്ട് പറയാനല്ലേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. ഇത്രയും സാവകാശം നമുക്ക് പറയാൻ പറ്റുമായിരുന്നില്ല. പഴഞ്ചൊല്ലുകളെ പറ്റി പഠിക്കുന്ന പഴഞ്ചൊല്ലുകൾ എന്താണ് പറയുന്നത്? പഴഞ്ചൊല്ലുകളെ കുറിച്ച് പഠിക്കുന്ന പഴഞ്ചൊല്ലുകളെ കുറിച്ച് ഉണ്ടാകുന്ന പഴഞ്ചൊല്ലുകളെ കുറിച്ച് എന്താണ് പറയുന്നത്? ആൻസർ എഴുതിയിടുകയോ പറയുകയോ ചെയ്തേ. ഉണ്ടാകുന്ന പഴഞ്ചൊല്ലുകളെ കുറിച്ച് പറയുന്നേ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയണ്ടേ എനിക്ക്? ആരും എഴുന്നില്ല, എല്ലാവരും പോയി ഉറങ്ങി. അതവിടെ ഇരിക്കുന്നു. ഫോൺ ചെയ്തിട്ട് വേറെ പരിപാടിയിലാണോ? കേൾക്കുന്നില്ലേ? എന്തായാലും പല പഴഞ്ചൊല്ലിനെ കുറിച്ച് ഉണ്ടാകുന്ന പഴഞ്ചൊല്ലിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നമ്മുടെ ഒൻവേട് ചോദ്യത്തിലുള്ളതാണ്. പഴഞ്ചൊല്ലിനെ കുറിച്ച് ഉണ്ടാകുന്ന പഴഞ്ചൊല്ലിനെ നമ്മൾ എന്താ പറയുന്നത്? അത് തന്നെ, മിടുക്കി. മെറ്റാഫോക്ലോർ. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് സന്തോഷമായി. മെറ്റാഫോക്ലോറോ അതിനകത്ത് തന്നെ കിടക്കുന്നു. മെറ്റ എന്ന് പറഞ്ഞാൽ അതിന് പകരം ഉണ്ടാകുന്ന എന്നുള്ള അർത്ഥത്തിലാണ് മെറ്റ. പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ചത് എക്കോ ഫോക്ലോർ ആണ്. എക്കോ ഫോക്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഫോക്ലോറിനെയാണ് എക്കോ ഫോക്ലോർ എന്ന് പറയുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഫിലിമിക് ഫോക്ലോർ എന്ന് പറയുന്നത്. ഫാൻസുമായി ബന്ധപ്പെട്ടാണ് ഫാൻസ് ഫോക്ലോർ. പുതിയ ഫോക്ലോർ ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നവ ഫോക്ലോർ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഞാനൊരു വൺവേഡ് ഇതിനകത്തുള്ളൊരു വൺവേഡ് ചോദിച്ചതാണ്. ധാരാളം വിഷയങ്ങളുടെ ഉദാഹരണങ്ങൾ നമുക്ക് കൊടുക്കാം. പഴഞ്ചൊല്ലുകൾ പൊതുവെ ഒരു ജനസമൂഹം ആ സമൂഹത്തിന്റെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് രൂപം കൊടുക്കുന്ന ലഘു ആയിട്ടുള്ള, അതായത് കൃത്യമായ ഒരു അർത്ഥമുള്ള ശൈലികൾ ആണ് എന്താ പറയുന്നത്? പഴഞ്ചൊല്ലുകൾ. ശൈലി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുന്ന ചില കാര്യങ്ങൾ, ഉണ്ടാക്കിയെടുക്കുന്ന ചില എന്താ പറയുന്നത്, അതിന് വാക്യങ്ങളാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും ഒരു സമൂഹമാണ്. ഓരോ സമൂഹത്തിനും സമാനമായിട്ടുള്ളത് കാണാം, പ്രാദേശികമായി പലപ്പോഴും വ്യത്യാസം ഉണ്ടാവാം. പ്രധാനമായിട്ടും ഒരു ജനസമൂഹം അവന്റെ ധാർമ്മികമായ അവന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന അവന്റെ ധർമ്മങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ അവന്റെ അറിവുകളെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. എല്ലാ സമൂഹത്തിനും അതിൻ്റെതായ പഴഞ്ചൊല്ലുകളുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട അറിവുകളെ, ജീവിതവുമായി ബന്ധപ്പെട്ട, ഭക്ഷണവുമായി ബന്ധപ്പെട്ട, ഇങ്ങനെ പലതിനെ സംബന്ധിച്ചുള്ള പല അറിവുകളുമുണ്ട്.
അത് ഒരു എന്താ പറയുക നാടോടി വിജ്ഞാന ശാഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പഴഞ്ചൊല്ലുകൾ. ഇങ്ങനെ പഴഞ്ചൊല്ലുകളെ കുറിച്ച് കുറേ കാര്യം, പഴഞ്ചൊല്ലുകളും ശൈലികളും ഒരു സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളാണ്. ഇങ്ങനെയൊക്കെ ചോദിച്ച് കുറെ പോയിന്റ്സ് എഴുതി ഒന്ന് രണ്ട് ഉദാഹരണങ്ങളോടും പറഞ്ഞാൽ മതിയാവും. ഫോക്ലോർ പഠനത്തിൽ പഴഞ്ചൊല്ലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓക്കെ, മനസ്സിലായോ? ആരായിരുന്നു ചോദിച്ചേ? മനസ്സിലായിരുന്നോ? അതെ, അങ്ങനെയൊക്കെ ചേർത്ത് കുറച്ച് പോയിന്റ്സ് നമുക്കിപ്പോ ചോദ്യത്തിന്റെ രണ്ട് വരി എഴുതാനുള്ളതാണെങ്കിൽ അതിനകത്ത് ഇന്നത് മാത്രം എഴുതി വെച്ചാൽ മതി. അതിന് വിശദീകരിച്ച് എഴുതാനാണെങ്കിൽ നമ്മൾ കുറച്ച് പഴഞ്ചൊല്ലുകളൊക്കെ ഉദാഹരണം വെച്ചുകൊണ്ട്, നമുക്കറിയാലോ അറിയാവുന്ന പഴഞ്ചൊല്ലുകളൊക്കെ, മൊത്തം കുത്തിയാക്കുമ്പോൾ നമ്മളൊക്കെയല്ല, ഇങ്ങനെയൊക്കെ ഉള്ള നമുക്കറിയാവുന്ന ഒന്ന് രണ്ട് പഴഞ്ചൊല്ലുകളെയൊക്കെ വെച്ചുകൊണ്ട് പറയുക. വിശദീകരിക്കുക. അർബൻ ഫോക്ലോർ, അപ്ലൈഡ് ഫോക്ലോർ എന്നീ വിശദീകരിക്കുന്നതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതല്ലേ. ഫാൻസ് ഫോക്ലോറിനെ കുറിച്ച് വിവരിക്കുക. ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ, നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫാൻസ് ഫോക്ലോറിനെ കുറിച്ച് വിവരിക്കാൻ പറയുമ്പോൾ എന്താണ് ഫോക്ലോർ എന്ന് എഴുതുക. അത് കഴിഞ്ഞ് ഫോക്ലോറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, കർത്തവ്യങ്ങളൊക്കെ എഴുതുക. ഫോക്ലോർ എങ്ങനെയാണ് ഒരു പഠനശാഖയായിട്ട് ഉരുത്തിരിഞ്ഞ് എല്ലാം ചെറിയ കുറച്ചില്ല. അസൈൻമെന്റ് നമുക്കൊരു 5-6 പേജ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഫോക്ലോറിന്റെ പ്രധാനപ്പെട്ട പഠന മേഖലയെ കുറിച്ച് സൂചിപ്പിച്ചതിന് ശേഷം ഫിലിമിക് ഫോക്ലോർ എന്താണെന്ന് എഴുതിയിട്ട് ഫാൻസ് ഫോക്ലോറിലൂടെ എഴുതുമ്പോൾ നമുക്കൊരു 5-6 പേജ് അസൈൻമെന്റ് എഴുതാൻ പറ്റും. ഇക്കോ ഫോക്ലോർ എന്താണെന്ന് വിശദീകരിക്കുക. ഫിലിമിക് ഫോക്ലോറിനെ കുറിച്ച് വിന്യസിക്കുക. ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് എസ്സേ ആയിട്ട് വരുന്നത്. ഫോക്ലോറിന്റെ സാധ്യതകൾ പരിശോധിക്കുക. ഫോക്ക് ചലച്ചിത്രങ്ങൾക്കുള്ള പ്രാധാന്യം വിവരിക്കുക. ഫോക്ലോറിക് സിനിമയുടെ ചരിത്രം പരിശോധിക്കുക. ഇതൊക്കെ നമുക്കുണ്ട്. ഇതിനെ നിങ്ങൾ കുറച്ചുകൂടി വിശദീകരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് ചോദ്യം വരത്തുള്ളൂ. ഇതിനകത്ത് നിന്ന് നമ്മൾ അസൈൻമെന്റ് എഴുതുമ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ ഒരു അന്തരീക്ഷവും അത് ഏത് ഭാഗത്താണ് പറ്റിയെന്നുള്ളതിനെ കണക്കാക്കിയിട്ട് വേണം എഴുതാനായിട്ട്. എസ്സേ എഴുതുമ്പോഴും കുറഞ്ഞ പക്ഷം അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് പറഞ്ഞാൽ മതിയാവും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഉണ്ട്. ഓക്കെ, മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ എന്തായാലും നിങ്ങൾക്കൊന്നും ഇല്ലെന്ന് അസൈൻമെന്റ് ഓൺലൈൻ ആക്കിയത് വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് എഴുതിയിട്ടുണ്ട്. അറിയിക്കാം അസൈൻമെന്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരു മിനിറ്റ്. ഓക്കെ, അസൈൻമെന്റ് ഓൺലൈൻ ആക്കിയത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിവേഴ്സിറ്റി ആണ് അത് തീരുമാനിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ യൂണിവേഴ്സിറ്റി അറിയിക്കാം. പിന്നീട് എനിക്ക് തോന്നുന്നു അതിന്റെ വാല്യുവേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് സമയബന്ധിതമായി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം അങ്ങനെ ചില നിലപാടുകൾ എഴുതുക. എന്തായാലും നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിയിക്കാം കേട്ടോ. പ്രായമായവരൊക്കെ പഠിക്കുന്നതാണ്. അവർക്ക് പലപ്പോഴും ഫോണിലൂടെ ഇത് ചെയ്യുവാനോ പുറത്തു പോയി ചെയ്യാനോ ഒക്കെയുള്ള അസൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ എന്തായാലും അത് അറിയിക്കാം. ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കുറച്ച് പേർക്ക് ചെയ്യാൻ പറ്റും, ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് എഴുതി സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പ്രായമായവരെ സംബന്ധിച്ചൊക്കെ അത് സഹായകമാകുമെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ സ്വീകാര്യമല്ലേ? ഓക്കെ.
അത് നമ്മൾ അറിയിക്കാം. ഇങ്ങനെ പ്രായമായവർക്ക് അത് ഓഫ്ലൈനിൽ നമുക്കറിയാലോ, അത് അവരെ സംബന്ധിച്ചുള്ള ഒരു കാരണവശാലും ഇത് മുഴുവൻ അതിനകത്ത് ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ കയറ്റി സബ്മിറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഓൺലൈൻ ഓഫ്ലൈൻ സൗകര്യം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം അറിയിക്കാം കേട്ടോ. ഉറപ്പായിട്ടും അറിയിക്കാവുന്നതാണ്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും